നമസ്കാരം. ഇത് ബ്രസീലിലെ ബാരാ ബീച്ചാണ്. ഈ ബാരാ ബീച്ചിന്റെ പ്രത്യേകത കണ്ടില്ലേ? കടലിന്റെ നടുക്കൂടി ഒരു റോഡ് പോലെ ഉണ്ടായിരിക്കുകയാണ്. ശരിക്കും വേനലാകുമ്പോൾ മാത്രമാണ് കടലിന്റെ നടുക്കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ മനോഹരമായ പ്ലേസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ കഥ ആരംഭിക്കാം. ഈ കഥ നടക്കുന്നത് അങ്ങ് മിഡിൽ സിറ്റിയിലാണ്. മിഡിൽ സിറ്റിയിലെ മനോഹരമായ ഒരു വസതി. ആ വസതിയിലെ തൻ്റെ മുറിയുടെ മുന്നിലേക്ക് ഓടിയെത്തുകയാണ് മാർക്ക്. മാർക്ക് ശരിക്കും സന്തോഷത്തിലാണ്. അന്ന് അവൻ്റെ 30ാമത് ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേ സന്തോഷം ഭാര്യയുമായി പങ്കുവയ്ക്കാനാണ് അതുവരെ അടുക്കളയിലായിരുന്ന അവൻ അവിടേക്ക് ഓടി വന്നത്. ആ ബെഡ്റൂമിന്റെ മുന്നിൽ സന്തോഷത്തോടെ ഓടിയെത്തിയ മാർക്ക് പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെന്ന് തന്നെ പറയാം. അതിന്റെ കാരണം ബെഡ്റൂമിനകത്തുനിന്നുള്ള ശബ്ദമാണ്. അവന്റെ ഭാര്യയുടെ ശബ്ദമാണ് അവൻ കേൾക്കുന്നത്. ഹേയ് വിടൂന്നേ, എൻ്റെ ഹസ്ബൻഡ് വരാറായി. എടി നിനക്ക് അവനെങ്ങ് കളഞ്ഞൂടി? ആ മണവും ഗുണവും ഇല്ലാത്ത അവന്റെ കൂടെ നീ എന്തിനാണ് കഴിയുന്നത്? അകത്ത് നിന്ന് പെട്ടെന്ന് ഒരു പുരുഷ ശബ്ദം കൂടി അങ്ങനെ കേട്ടപ്പോൾ വാതിലിൽ തട്ടാൻ പോയ മാർക്ക് സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. അകത്തുനിന്നുള്ള ആ പുരുഷ ശബ്ദത്തിന് മറുപടിയായി അയാളുടെ ഭാര്യ പറയുന്നതും അയാൾ കേട്ടു. ആ അതെ അതെ, ഒരു മണവും ഗുണവും ഇല്ല, നട്ടലില്ലാത്ത ഒരുത്തൻ, എന്ത് ചെയ്യാം, എൻ്റെ വിധി. അങ്ങനെ അകത്ത് നിന്ന് ആ സ്ത്രീ പറഞ്ഞത് പുറത്തു നിൽക്കുന്ന മാർക്ക് കേട്ടതും മാർക്കിന് ശരിക്കും ദേഷ്യം വരികയാണ്. അവന്റെ ഭാര്യ അവനെ ഇതാ വഞ്ചിച്ചിരിക്കുകയാണ്. ദേഷ്യം വന്ന മാർക്ക് ശക്തമായി വാതിലൊന്ന് ചവിട്ടി. ശബ്ദത്തോടുകൂടി വാതിൽ തുറക്കപ്പെട്ടതും ആ മുറിക്കകത്തുണ്ടായിരുന്ന രണ്ടുപേരും ഞെട്ടലോടുകൂടി വാതിലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് അകത്തേക്ക് ദേഷ്യത്തോടെ കയറി വരുന്ന മാർക്കിനെ കാണാം. മുറിക്കുള്ളിലേക്ക് കയറി വന്ന മാർക്കിനെ കണ്ട ആ ചെറുപ്പക്കാർ രണ്ടുപേരും ഞെട്ടിയെന്ന് തന്നെ പറയാം. അവർ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ അതിലേറെ ഞെട്ടൽ മാർക്കിനുണ്ട്. മാർക്കിന്റെ ഭാര്യ സൺ യാനിമി ഒരു പുരുഷന്റെ പുറത്ത് അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നതാണ് അയാൾ ആ നിമിഷം കണ്ടത്. സൺ യാനിമയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. തികച്ചും ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട മാർക്ക് വല്ലാത്ത ക്ഷോഭത്തോടുകൂടി സൺ യാനിമയോട് പറഞ്ഞു, ഏയ് യാനിമ, നീ എന്തായി ചെയ്തത്? നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നിനക്ക് സുഖമില്ലാതിരുന്നപ്പോ ഞാൻ ഉറക്കമഴിച്ച് നിനക്ക് കാപ്പി ഉണ്ടാക്കി തന്നിട്ടില്ലേ? നിനക്ക് വേണ്ടി ഞാൻ കാവലിരുന്നിട്ടില്ലേ? നിനക്ക് വേണ്ടി എന്തെല്ലാം ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കി തന്നത്? മാർക്ക് ഫെല്ലർ ആ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയപ്പോ യാനിമ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മാർക്കിന്റെ ഡയലോഗ് കേട്ടപ്പോൾ അവൾ സ്വബോധത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അവൾ അവളുടെ ഗൗണ് ഇതിനിടയിൽ എടുത്തണിഞ്ഞിരുന്നു. ആ ഗൗണിനകത്തേക്ക് കയറിയ യാനിമ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെപ്പോലെ ഒരുത്തൻ്റെ ഭാര്യ ആകേണ്ടി വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. എനിക്ക് ആ മോശം കാര്യം ചെയ്യേണ്ടി വന്നത് എൻ്റെ ഗ്രാൻഡ് പ കാരണമാണ്. അവളുടെ ഗ്രാൻഡ് പ ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ സൺ ഒരു ജ്യോതിഷ വിശ്വാസിയാണ്. ശരിക്കും ഈ ഭാഗ്യമൊക്കെ പറയുന്ന ആളുകളെ തേടി നടക്കുന്ന ഒരു കക്ഷിയാണ് ഈ സെബാസ്റ്റ്യൻ സൺ. സെബാസ്റ്റ്യൻ സണ്ണിനോട് അല്പസ്വല്പം ജ്യോതിഷമൊക്കെ അറിയാവുന്ന ഒരാള് ഒരിക്കൽ ഒരു പ്രവചനം നടത്തിയിരുന്നു. അയാൾ മാർക്കിനെ അയാളുടെ ചെറുമകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് ഐശ്വര്യം വരുമെന്നാണ് അന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഒരു അപ്പാവിയെ പോലും നടന്നിരുന്ന മാർക്ക് ഫെല്ലറെ കൊണ്ട് അയാളുടെ ചെറുമകളെ അയാൾ വിവാഹം കഴിപ്പിച്ചത്. 3 വർഷമായിട്ട് മാർക്ക് ഫെല്ലർ ആ കുടുംബത്തോടൊപ്പമുണ്ട്. ആ കുടുംബത്തിനകത്തെ എല്ലാ ജോലിയും മാർക്ക് ചെയ്യും. അടുക്കള ജോലിയും ചെയ്യും, സകല തുണിയും കഴുകും, സകല രീതിയിലുമുള്ള വൃത്തിയാക്കൽ പരിപാടികളൊക്കെ മാർക്കാ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന മാർക്ക് അവിടെ എത്തിയതിന്റെ ഫലമായി അവർക്ക് വലിയ ഐശ്വര്യമൊന്നും വന്നതായിട്ട് ആ കുടുംബത്തിൽ ആർക്കും അങ്ങോട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കിനോട് ഒരു ഈർഷ്യ ആ കുടുംബത്തിലെ എല്ലാവർക്കുമുണ്ട്. ഗ്രാൻഡ് പേയാണ് അവരെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഗ്രാൻഡ് പേയോട് പോലും അവർക്കൊരു എതിർപ്പുണ്ട്. ആ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വന്ന യാനിമ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാരെന്ന് എനിക്കറിയാവോ? ഇതാണ് ക്രിസ്ത്യൻ, എൻ്റെ കിർ. ഈ ക്രിസ്ത്യന്റെ ഫാമിലിയെ കുറിച്ച് നിനക്ക് അറിയാവോ?
ക്രിസ്ത്യൻ റോജേഴ്സ് കുടുംബത്തിലെയാണ്. ആ മിഡിൽ സിറ്റിയിൽ റോജേഴ്സ് കുടുംബത്തിനെ എല്ലാവർക്കും അറിയാം. അറിയപ്പെടുന്ന കുടുംബമാണ് റോജേഴ്സ് കുടുംബം. ആ റോജേഴ്സ് കുടുംബത്തിലെ ക്രിസ്ത്യനാണ് ഇപ്പോ അയാളുടെ ഭാര്യയ്ക്കൊപ്പം ആ കട്ടിലുള്ളത്. തന്റെ ഭാര്യയെ കൈയോടെ പിടികൂടിയപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഭാര്യ സംസാരിക്കുന്ന കേട്ടതും സ്വാഭാവികമായിട്ടും മാർക്കിന് ദേഷ്യം വന്നു. മാർക്ക് ഇതുവരെ അവന്റെ ഭാര്യയ്ക്കെതിരെ ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. അവന്റെ ഭാര്യയും ഭാര്യയുടെ അച്ഛനും അമ്മയൊക്കെ അവനെ കണക്കിട്ട് ശകാരിക്കുകയും തല്ലുകയും ചെയ്യുമ്പോൾ പോലും അവൻ തിരിച്ച് പ്രതികരിച്ചിട്ടേയില്ല. ഇപ്പൊ പക്ഷെ അവന് വല്ലാത്തങ്ങ് ദേഷ്യം വരികയാണ്. അവന്റെ ഭാര്യയെ ശരിക്കും ഇഷ്ടത്തോടെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. ആ ഭാര്യയാണ് മറ്റൊരു പുരുഷന് വേണ്ടി അവനിതാ തള്ളി പറയുന്നത്. അമ്പരന്ന് പോയ മാർക്ക് യാനിമയോട് ചോദിച്ചു, ഏയ് യാനിമ, നീ എന്തായി പറയുന്നത്? ഏയ് മാർക്ക്, ഇനി ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് മുന്നേ തന്നെ എനിക്ക് ക്രിസ്തുമായി ബന്ധമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു വിവാഹം കഴിക്കാൻ ഞാൻ അന്നേ റെഡി ആയിരുന്നതാണ്. പക്ഷേ എൻ്റെ ഗ്രാൻഡ്പ നിന്നെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു അബദ്ധം പറ്റിയത്. അതുകൊണ്ട് മാർക്ക്, നീ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. ഇത്രയും സമയം നിശബ്ദരായ ക്രിസ്ത്യൻ ഇതിനിടയിൽ അയാളുടെ ഡ്രസ്സൊക്കെ അണിഞ്ഞു കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നീ ഇതിൻ്റെ പേരിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ഈ നടന്ന കാര്യങ്ങൾ നമുക്ക് 3 പേർക്കേ അറിയും. ഇതൊക്കെ ഇങ്ങനെയെങ്കിലും നടക്കും. നീ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ കുടുംബത്തിൽ നിൽക്കാം. ശരിക്കും അവൻ്റെ ഭാര്യയെ മറ്റൊരു പുരുഷനോടൊപ്പം കണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡയലോഗ് മാർക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. മാർക്കിനെ ആ വാചകം തെല്ലൊന്നുമല്ല ദേഷ്യപ്പെടുത്തിയത്. എവിടെ നിന്ന് എങ്ങനെ മാർക്കിന് ധൈര്യം വന്നു മാർക്കിന് പോലും അറിയത്തില്ല. ദേഷ്യത്തോടെ മാർക്ക് തന്നെ ഒരു കുക്കോളുടെ ഹസ്ബൻഡാക്കാൻ ശ്രമിക്കുന്ന ആ ക്രിസ്ത്യനെതിരെ കുതിച്ചത് അപ്പോഴാണ്. അയാൾ നിന്ന സ്ഥലത്ത് നിന്ന് അതിവേഗം അയാളെ കട്ടിലിന് നേരെ കുതിക്കുമ്പോൾ കട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞുന്ന ക്രിസ്ത്യൻ ഒന്ന് തിരിഞ്ഞ് വലത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി. ഓടിയെത്തിയ മാർക്ക് ഇടിയേറ്റ് ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മറിഞ്ഞു. അതേ വേഗതയിൽ ക്രിസ്ത്യൻ മുന്നോട്ട് കുതിക്കുകയും മാർക്കിന്റെ വയറ്റിലേക്ക് 2 കൈകൊണ്ട് പറവറായി ഇടിക്കുകയും ചെയ്തു. ശരിക്കും ഒരു പഞ്ചിങ് ബാഗിലേക്ക് നമ്മൾ ഇടിച്ച് പ്രാക്ടീസ് ചെയ്യും പോലെ മാർക്കിന്റെ പുറത്തേക്ക് ക്രിസ്ത്യൻ ഇടിച്ച് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ശരിക്കും ആ കാഴ്ച സൺ യാനിമയുടെ മുഖത്ത് പോലും സന്തോഷം ഉണ്ടാക്കുകയാണ്. സൺ യാനിമ ഓടി അവരുടെ അടുത്ത് എത്തിയിട്ട് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് ക്രിസ്ത്യനോട് പറഞ്ഞു, ഖീർ, ഇവരെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത്. നട്ടലില്ലാത്ത ജന്തു, ഒരു മണവും ഗുണമില്ലാത്ത ഇവനോടൊപ്പം ഞാൻ കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിതിനെ അപമാനം തോന്നുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാനിമയും മാർക്കിനെ ആഞ്ഞിടിക്കുകയാണ്. ശരിക്കും മാർക്ക് എന്ന ആ ഭർത്താവിനെ അവന്റെ ഭാര്യയും അവളുടെ കാമുകനും ചേർന്ന് തലങ്ങും വിലങ്ങും ഇടി ഉടങ്ങി. ഇടിയേറ്റ് മാർക്കിന്റെ വായിന്ന് ചോര ഒലിച്ചു തുടങ്ങി. ശരിക്കും ഇടിയേറ്റ് മാർക്ക് താഴെ വീഴുക തന്നെ ചെയ്തു. തറയിലേക്ക് വീണ മാർക്കിനെ യാനിമയും ക്രിസ്ത്യനും കൂടി കോളർ തൂക്കി പുറത്തേക്ക് വലിച്ചു. ആ മുറിയിൽ നിന്ന് വാതിലിലൂടെ പുറത്തേക്ക് വലിച്ചിറക്കിയ മാർക്കിനെ ഹാളിനകത്തൂടി വലിച്ച് മെയിൻ ഡോറിലേക്ക് കൊണ്ടുവന്നത് യാനിമയാണ്. യാനിമ വല്ലാത്ത ദേഷ്യത്തിലാണ്. ആ ഡോറിൽ യാനിമ മാർക്കിനെ വലിച്ചെത്തിച്ചതും ക്രിസ്ത്യൻ മാർക്കിനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഒരു ഒറ്റ കയറി. ആ വീടിന്റെ പ്രധാന വാതിലിൽ നിന്ന് മാർക്ക് അവിടെ മുറ്റത്തേക്ക് ഒരു ശബ്ദത്തോടുകൂടി വന്നു വീണു. ശബ്ദത്തോടുകൂടി താഴേക്ക് വീണ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് യാനിമ മാർക്കിനോട് അലറുകയാണ്, നിന്നെ മേലാലൂടെ കണ്ടുപോകരുത്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ വാതിലങ്ങ് വലിച്ചടച്ചു. ഏതാനും നിമിഷ നേരം മാർക്ക് നിശ്ചലനായി അവിടെ കിടന്നു പോവുകയാണ്. അവസാനം മാർക്ക് ഒരു പരുവത്തിൽ അവിടെ നിന്ന് എണീറ്റു. അവിടെ നിന്ന് എണീറ്റ മാർക്ക് വിഷമത്തോടുകൂടി തിരിഞ്ഞ് ആ വീട്ടിലേക്ക് ഒന്ന് നോക്കി. കഴിഞ്ഞ 3 വർഷവും അവൻ്റേതെന്ന് അവൻ കരുതിയിരുന്ന വീട്ടിലേക്കാണ് അവനൊന്ന് നോക്കിയത്. ആ വീട്ടിൽ നിന്നാണ് അവനെ അടിച്ചതാ പുറത്താക്കിയിരിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് മാർക്കിന് ഒരു പിടിയില്ല. മാർക്കിന്റെ ബോഡി ശരിക്കും തളരുന്നുണ്ട്. വീട്ടിലേക്ക് ഒന്ന് നോക്കിയിട്ട് മാർക്ക് പതുക്കെ ഗേറ്റിലേക്ക് നടന്നു. അവൻ വീണ സ്ഥലത്തുനിന്ന് ഗേറ്റ് വരെ നടന്നെത്താൻ മാർക്ക് അല്പം സമയമെടുത്തു എന്നാണ് സത്യം. അത്രയേറെ ക്ഷീണം അവന്റെ ബോഡിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഗേറ്റിന്റെ അടുത്ത് നടന്നെത്തിയ മാർക്ക് അല്പനേരം ഗേറ്റിലൊന്ന് പിടിച്ചു നിന്നു. അതിനുശേഷം ഫുട്പാത്തിലൂടെ അവൻ വലത് ഭാഗത്തേക്ക് പതുക്കെ നടന്നു തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ജീവിതം അങ്ങനെ കടന്നു വരികയാണ്. 3 കൊല്ലക്കാലം
അവൻ്റെ എല്ലാമായിരുന്ന ഭാര്യ യാനിമ ഇതാ അവനെ നിഷ്കരണം ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ആ ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും വല്ലാത്തൊരു സങ്കടം അവൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ സങ്കടം ഉള്ളിലേക്ക് വന്നതും അവൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ആ നിമിഷത്തിലാണ് അവനൊരു തലക്കറക്കം അനുഭവപ്പെടുന്നതും അവൻ താഴേക്ക് വീഴുന്നത്. മാർക്ക് താഴേക്ക് വീഴുന്ന അതേ സമയത്ത് ആ ഫുട്പാത്തിന് സമീപത്തേക്ക് ഒരു കറുത്ത ബെന്റ്ലി കാർ ഒഴുകി വരികയാണ്. ആ കാറിനകത്തുള്ള ആളുകൾ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പേ മാർക്കിനെ കണ്ടിരുന്നു. അവർ മാർക്കിനെ തന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് മാർക്ക് താഴേക്ക് വീഴുന്നത്. പെട്ടെന്ന് ആ കാറ് മാർക്കിനടുത്ത് ചവിട്ടി നിർത്തി. ആ കാർ ചവിട്ടി നിർത്തിയതും ആ കാറിനകത്തുണ്ടായിരുന്ന സുന്ദരി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളോടൊപ്പം കാറിനകത്തുനിന്ന് ഒന്ന് രണ്ട് ആളുകൾ കൂടി പുറത്തേക്ക് വന്നു. അവര് ഓടി മാർക്കിനടുത്തെത്തി. മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയ ആ സുന്ദരി അവളുടെ കൂടെയുള്ള സെക്രട്ടറിയോട് പറഞ്ഞു, ഇളെ കാറിലേക്ക് കയറ്റ്. കേൾക്കേണ്ട താമസം മാർക്കിനെ അവർ തൂക്കിയെടുത്ത് കാറിനകത്ത് എത്തിച്ചു. മാർക്കിനെ അവിടെ സീറ്റിൽ ചാരി ഇരുത്തിയതും തൊട്ടടുത്ത സീറ്റിലേക്ക് ആ സുന്ദരിയും കയറി. മുൻഭാഗത്തെ സീറ്റിലേക്ക് കയറിയ ആള് ആ സുന്ദരിയോട് ചോദിച്ചു, മിസ് ബ്ലാക്ക്, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് വേഗം വണ്ടി വിടുക. മിഡിൽ സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് വാഹനം ഓടിക്കാനായി നിർദ്ദേശം കൊടുത്ത മിസ് ബ്ലാക്ക് എന്ന് വിളിക്കപ്പെട്ട ആ സ്ത്രീ തൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന മാർക്കിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മിസ് ബ്ലാക്ക് അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒന്ന് നോക്കി. അവൾ മാർക്കിനെ കാണുന്ന ആ സമയത്ത് അവളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ യഥാർത്ഥത്തിൽ അവൾ ഒരു ഫോട്ടോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോട്ടോ മാർക്ക് ഫെല്ലറുടെ ഫോട്ടോയാണ്. അവളുടെ മൊബൈൽ കാണുന്ന മാർക്ക് ഫെല്ലറുടെ ഫോട്ടോയിലേക്കും സീറ്റിലിരിക്കുന്ന മാർക്ക് ഫെല്ലറിലേക്കും മാറി മാറി നോക്കിയ മിസ് ബ്ലാക്ക് ആത്മകഥം പോലെ പറഞ്ഞു പോവുകയാണ്, എൻ്റെ ഗ്രാൻഡ്പ ഇയാളിൽ എന്ത് കണ്ടിട്ടാകും ഇയാളെ തന്നെ കണ്ടുപിടിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. രാജ്യ തലസ്ഥാനമായ ന്യൂ സെലസ്റ്ററിന്റെ ലൈസൻസ് നമ്പറുള്ള ആ കറുത്ത ബെന്റ്ലി കാറിലിരിക്കുന്ന ആ സുന്ദരി ആത്മകഥ പോലെ പറഞ്ഞ ആ വാചകം കേട്ടതും മുൻ സീറ്റിരിക്കുന്ന അവളുടെ സെക്രട്ടറി മിസ് ബ്ലാക്കിനോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ചിലപ്പോ ഗ്രാൻഡ്പയ്ക്ക് അബദ്ധം പറ്റിയതാകും. അങ്ങനെ സെക്രട്ടറി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്തൊരു ഓർമ്മ മിസ് ബ്ലാക്കിനുണ്ടായത്. ആ ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വന്നതും അവൾ അവളുടെ ബാഗ് തുറന്നു. ആ ബാഗിനകത്ത് ഒരു ചെറിയ ബോക്സ് ഉണ്ട്. അവൾ ആ ബോക്സ് പുറത്തെടുത്ത് ശ്രദ്ധാപൂർവ്വം ആ ബോക്സ് തുറന്നു. ആ ബോക്സ് തുറന്ന മിസ് ബ്ലാക്ക് ആ ബോക്സിനകത്തുള്ള ആഭരണം പുറത്തേക്ക് എടുത്തു. ശരിക്കും വൃത്താകൃതിയിലുള്ള ഒരു വൈഡൂര്യം കൊരുത്തിട്ടിരിക്കുന്ന ഒരു മാലയാണ് ആ ബോക്സിനകത്തുള്ളത്. ആ വൈഡൂര്യവും മാലയും ഒരു വല്ലാത്ത പ്രഭ ഉണ്ടാക്കുന്നുണ്ട്. നീല നിറത്തുള്ള വൈഡൂര്യമാണ്. മിസ് ബ്ലാക്ക് ആ വൈഡൂര്യമാല ആ ബോക്സിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഉറങ്ങിയായിരുന്ന മാർക്കിന്റെ കഴുത്തിലൂടെ കെട്ടി. ആ മാല ശ്രദ്ധാപൂർവം കെട്ടിയ മിസ് ബ്ലാക്ക് ആ മാലയുടെ ഭാഗമായ ലോക്കറ്റ് പോലുള്ള ആ വൈഡൂര്യം മാർക്കിന്റെ ഷർട്ടിന്റെ ഉള്ളിലേക്ക് പതുക്കെ അങ്ങ് നീക്കി വെച്ചു. അവൾ എന്നിട്ട് മാർക്കിന്റെ ഷർട്ട് പിടിച്ച് നേരെയാക്കി. ഇപ്പോൾ ആ മാല മാർക്കിന്റെ കഴുത്തിലുള്ളത് ആർക്കും കാണത്തില്ല. അത്രയും ചെയ്തതിനു ശേഷം മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് മിസ് ബ്ലാക്ക് സൈഡിലെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവളുടെ മനസ്സിലേക്ക് അനവധി ചിന്തകൾ കടന്നു വരികയാണ്. ന്യൂ സെലസ്റ്ററിൽ നിന്ന് അവൾ ഇവിടെ വരാനുള്ള കാരണം അവളുടെ ഗ്രാൻഡ്പയാണ്. അവളുടെ ഗ്രാൻഡ്പ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അവളുടെ കയ്യിൽ ആ ബോക്സ് ഏൽപ്പിച്ചത്. ആ ബോക്സ് ഏൽപ്പിച്ചിട്ട് അവളുടെ ഗ്രാൻഡ്പ അവളോട് പറഞ്ഞത് ഒരു ചെറിയ കാര്യമാണ്. ഹേയ് എമിലി, നീ മിഡിൽ സിറ്റിയിലേക്ക് പോകണം. അവിടെ ഒരു മാർക്ക് ഫെല്ലറുണ്ട്. അയാള് അവിടെ സൺ കുടുംബത്തിൽ യാമിനി എന്ന സ്ത്രീയുടെ ഭർത്താവായിട്ടാണ് താമസിക്കുന്നത്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും അവരുടെ ബന്ധം അലസിപ്പിരിയും. നീ അവിടെ ചെല്ലണം. മാർക്കിനെ നീ കാണുകയും വേണം. നീ ഈ മാല അവൻ്റെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കണം. ഗ്രാൻഡ്പ, ഞാനെന്തിനാ ഇത് അണിയിച്ചു കൊടുക്കുന്നത്? ഞാനിതങ്ങ് കൊടുത്താൽ പോരെ? ഓക്കെ, നീ കൊടുത്താലും മതി, പക്ഷെ നീ അണിയിക്കുന്നതാണ് നല്ലത്. ഗ്രാൻഡ്പ, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ് എമിലി, എൻ്റെ ആഗ്രഹം നീ ആ മാർക്കിനെ വിവാഹം കഴിക്കണമെന്നാണ്. ഗ്രാൻഡ്പ എന്തായി പറയുന്നത്? ഈ ന്യൂ സെലസ്റ്ററിൽ ഒരുപാട് ചെറുപ്പക്കാരില്ലേ? ഞാനെന്തിന് അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങ് ദൂരെ മിഡിൽ സിറ്റിയിൽ പോയി ഒരു വിവാഹിതനെ വിവാഹം കഴിക്കണം? ഏയ് എമിലി, അതങ്ങനെ അല്ല. ഈ മാർക്കിൻ്റെ പിതാവ് നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ രാജ്യത്ത്
നമ്മുടെ ഈ ബ്ലാക്ക് കുടുംബം ഒരു പേരുണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കുടുംബം പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നത് മാർക്കിൻ്റെ പിതാവിനോടാണ്. അതുകൊണ്ട് തന്നെ നീ അവിടെ പോകണം, മാർക്കിനെ കാണണം, മാർക്കിൻ്റെ കഴുത്തിൽ ഇത് അണിയിക്കുകയും വേണം. ഗ്രാൻഡ്പ, ഈ മാർക്ക് അത്ര വലിയ സംഭവമാണ്. ഏയ് എമിലി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, മാർക്കിൻ്റെ പിതാവ് ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കാരണവശാലും മോശമാകില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. നീ എന്തായാലും അവിടെ വരെ ചെന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവളുടെ ഗ്രാൻഡ്പ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ചലച്ചിത്രം കാണും പോലെ എമിലി ബ്ലാക്കിന്റെ മനസ്സിലോട്ട് അങ്ങനെ കടന്നു വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് അവളുടെ തൊട്ടടുത്തിരിക്കുന്ന മാർക്കിന്റെ ബോഡിയിൽ പലതും സംഭവിച്ചിരുന്നു. മാർക്കിന്റെ കഴുത്തിലേക്ക് ബ്ലാക്ക് അണിയിച്ച ആ വൈഡൂര്യം പതക്കമുള്ള ആ മാല ഇപ്പോ കാണാനില്ല എന്നതാണ് സത്യം. ആ മാല മാർക്കിന്റെ ശരീരത്തിൽ തൊട്ട നിമിഷത്തിൽ ആ വൈഡൂര്യ പതക്കത്തിൽ നിന്ന് ഒരു പ്രകാശം മാർക്കിന്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചിരുന്നു. എമിലി ബ്ലാക്ക് അവളുടെ ചിന്തയിൽ മുഴുകിയിരുന്നത് കൊണ്ട് തൊട്ടടുത്ത സീറ്റിലുള്ള മാർക്കിന്റെ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും എമിലി ബ്ലാക്കിന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. മാർക്കിന്റെ ബോഡിയിൽ അണിയിച്ചിരുന്ന ആ മാലയും ആ വൈഡൂര്യം പൂർണ്ണമായും രശ്മികളായി മാറി ആ രശ്മികൾ മാർക്കിന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ശരിക്കും മാർക്കിന്റെ ലോവർ ഡാൻറ്റയിലും മിഡിൽ ഡാൻറ്റയിലും അതുപോലെ അപ്പർ ഡാൻറ്റയിലും ആ വൈഡൂര്യം മാലയിൽ നിന്ന് ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടായി അതങ്ങ് ലയിച്ച് ചേർന്നിരിക്കുകയാണ്. പൊക്കിളിന്റെ തൊട്ട് താഴെയാണ് ലോവർ ഡാൻറ്റൈൽ. ഇവിടെ ഈ നെഞ്ചിന്റെ ഭാഗത്തായിട്ടാണ് മിഡിൽ ഡാൻറ്റൈൽ. രണ്ട് പുരുകത്തിന്റെ നടുക്കായിട്ട് തൃക്കണ്ണ് പോലെയാണ് അപ്പർ ഡാൻറ്റൈൽ. ഈ 3 പോയിന്റുകളിലുമായിട്ടാണ് ഒരാളുടെ സ്പിരിച്വൽ എനർജി കേന്ദ്രീകരിക്കുന്നത്. മാർക്കിന്റെ ആ 3 പോയിന്റിലേക്കുമാണ് ഇപ്പോൾ സ്പിരിച്വൽ എനർജി എത്തിയിരിക്കുന്നത്, ആ വൈഡൂര്യ പതക്കം വഴി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മാർക്കിനെ വഹിച്ചുകൊണ്ട് ആ വാഹനം ഒരു ഹോസ്പിറ്റലിലെത്തി. അതിവേഗം മാർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. മാർക്കിനെ ഡോക്ടേഴ്സ് പരിശോധിച്ച് ചികിത്സ നടത്തുന്ന ആ സമയത്ത് യഥാർത്ഥത്തിൽ മാർക്ക് വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും മാർക്കിന്റെ ബോധമനസ്സ് ഇപ്പോ പൂർണ്ണമായും ഇരുട്ടിനകത്തൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ചുറ്റും കറുപ്പ് മാത്രമാണ് മാർക്ക് കാണുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലേ കറുപ്പ് മാത്രം. അതിശക്തമായ അതിവേഗതയിൽ കറുപ്പിനകത്തൂടെ മാർക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാർക്കിന് എവിടെയെങ്കിലും ഒന്ന് നിന്നാ കൊള്ളുന്നുണ്ട്. പക്ഷേ മാർക്കിന് നിൽക്കാൻ പറ്റുന്നില്ല. മാർക്ക് ഇങ്ങനെ പ്രകാശ വേഗതയിൽ ആ കറുപ്പിനകത്തൂടെ അങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്ന് മാർക്ക് ഒരു പ്രകാശം കാണുന്നത്. ശരിക്കും ആ ഇരുട്ടത്ത് ഒരു പ്രകാശത്തിന് മുന്നിൽ മാർക്ക് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ പ്രകാശത്തിലേക്ക് മാർക്കിന്റെ കണ്ണ് ഒന്ന് കേന്ദ്രീകരിക്കുമ്പോൾ മാർക്കിന് വളരെ വ്യക്തമായി ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ആ ഇരുട്ടിനകത്ത് മാർക്ക് കാണുന്ന ആ പ്രകാശത്തിനുള്ളിൽ ഒരു മനുഷ്യനുണ്ട്. നല്ല പൊക്കമുള്ള, ശരിക്കും തേജസ്സുള്ള ഒരു മുഖഭാവമുള്ള ഒരു മനുഷ്യൻ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. അയാൾക്ക് ചുറ്റും വല്ലാത്തൊരു പ്രഭാവലയമുണ്ട്. ശരിക്കും ദൈവം തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ഫീലാണ് മാർക്കിന് ആ കാഴ്ച ഉണ്ടാക്കിയത്. മാർക്ക് അമ്പരപ്പോടെ ആ തേജസ്സാർന്ന രൂപത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ രൂപം മാർക്കിനോട് സംസാരിച്ചു തുടങ്ങിയാണ്. നിന്നിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് എൻ്റെ എല്ലാ കഴിവുകളുമാണ്. നിനക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നിന്റെ പിതൃ സ്വത്താണ്. ആ വാചകത്തിന് അർത്ഥം ആദ്യം മാർക്കിന് അങ്ങോട്ട് മനസ്സിലായില്ല. അമ്പരപ്പോടെ ആ മനുഷ്യനെ തന്നെ നോക്കി നിൽക്കുന്ന മാർക്കിനോടായി ആ മനുഷ്യൻ പറഞ്ഞു, ഏതൊരു ചെറുപ്പക്കാരനും 30 വയസ്സാകുമ്പോൾ സ്വന്തമായി നിലനിൽക്കാനുള്ള കപ്പാസിറ്റി നേടും. ഇവിടെ നിന്റെ 30 വർഷം കളഞ്ഞ് കുളിക്കുകയായിരുന്നു. എനിക്ക് സങ്കടമുണ്ട് നീ എൻ്റെ മകനാണെന്ന് പറയുന്നതിൽ. ആ മനുഷ്യന്റെ ആ വാചകം കേട്ട മാർക്ക് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണ്. അവനറിയാവുന്ന അറിവനുസരിച്ച് അവനൊരു അനാഥനാണ്. അവന് അച്ഛനും അമ്മയും ഒന്നും ഉള്ളതായി അവൻ കേട്ടിട്ടേയില്ല. തികച്ചും അനാഥനായ അവനിതാ ഒരു അച്ഛനുണ്ടെന്ന് ഒരാൾ അവനോട് പറയുകയാണ്. ആ അച്ഛൻ തന്നെയാണ് അവനോട് സംസാരിക്കുന്നത്. അറിയാതെ അവൻ വിളിച്ചു പോവുകയാണ്, അച്ഛൻ എന്തായി പറയുന്നത്? ഏയ് മാർക്ക്, നിനക്ക് ഇനി മുതൽ സംരക്ഷണം നൽകാനായി ബ്ലാക്ക് കുടുംബം കൂടെ ഉണ്ടാകും. നിന്റെ ജീവിതകാലം മുഴുവൻ വേണമെങ്കിൽ ബ്ലാക്ക് കുടുംബം നിന്നെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
പക്ഷേ എനിക്ക് വേണ്ടത് അതല്ല. നീ നിന്റെ നട്ടല് തിരിച്ചു പിടിക്കണം. നീ അജേയനാകണം. സകലരെയും തോൽപ്പിക്കുന്ന, ഈ ലോകം കീഴടക്കുന്ന ഒരാളായി നീ മാറണം. അങ്ങനെ നീ മാറുമ്പോൾ നിന്നെ കാണാൻ ഞാൻ വരും. അങ്ങനെ അല്ല എങ്കിൽ ഞാൻ നീന്തമുള്ളൊരു കൂടിക്കാഴ്ച ഇനി ഉണ്ടാകില്ല. അങ്ങനെ പറഞ്ഞതും ആ പ്രകാശം അങ്ങ് അപ്രത്യക്ഷമായി. ആ പ്രകാശം പെട്ടെന്ന് അപ്രത്യക്ഷമാകണ കണ്ടതും അറിയാതെ മാർക്ക് വിളിച്ചു പോവാണ്, അച്ഛാ അച്ഛാ. അവനങ്ങനെ അലറി വിളിക്കുമ്പോഴേക്കും ആ പ്രകാശം അവിടെ നിന്ന് മാറുകയാണ്. ആ പ്രകാശം അങ്ങനെ മാറിയതും പെട്ടെന്നാണ് മറ്റൊരു പ്രകാശം അവന് മനസ്സിലേക്ക് വന്നത്. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയുടെ ഒരു സിനിമ തന്നെ തുടർന്ന് അവന്റെ കൺമുമ്പിൽ ഉണ്ടാവുകയാണ്. അവൻ കാണുന്നത് മരുന്നുകളുടെ ഒരു ലോകമാണ്. അനവധി മരുന്നുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഇൻഫർമേഷൻ അവന് കൺമുമ്പിലൂടെ അങ്ങനെ കടന്നു വരികയാണ്. ഓരോ മരുന്നും ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നെന്നും അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും ആ മരുന്നുകൾ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള ഇൻഫർമേഷനും അവന്റെ കൺമുമ്പിൽ ഇങ്ങനെ വരികയാണ്. മാർക്ക് ഒന്നും ചെയ്യാതെ തന്നെ പുസ്തകത്തിലെ പേജുകൾ മറിയുന്ന പോലെ അവന്റെ മുന്നിൽ അറിവുകൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. ഈ ഭൂമിയിൽ ആർക്കുണ്ടാകുന്ന ഏത് അസുഖവും ചികിത്സിക്കാൻ പറ്റുന്ന മരുന്നുകളുടെ വൻ ശേഖരം അവന്റെ മുന്നിൽ അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അതുമാത്രമല്ല, വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടെത്താനും ചികിത്സിക്കാനുള്ള രീതികളും അവന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു വന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ കൾട്ടിവേഷൻ ടെക്നിക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിലേക്ക് കടന്നത്. ശരിക്കും അവനൊരു ലൈബ്രറിയിൽ പെട്ടതുപോലെയാണ്. അവന്റെ പിതൃസ്വത്ത് എന്ന് അവന്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ അറിവുകളുടെ വൻ ശേഖരമാണ്. ആ അറിവുകളുടെ ശേഖരം കൾട്ടിവേഷൻ ടെക്നിക്കിന്റെ രൂപത്തിൽ അവന്റെ മുന്നിലേക്ക് വന്നപ്പോൾ അവൻ കാണുന്നത് എങ്ങനെ ഒരു മാർഷൽ ആർട്ടിസ്റ്റായി ഒരു മനുഷ്യന് വളരാൻ കഴിയും എന്നതിൻ്റെ പാഠങ്ങളാണ്. അവനെ ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ വളരെ വിശദമായിട്ട് തന്നെ ആ ടെക്നിക്കുകൾ എഴുതപ്പെട്ടിരിക്കുകയാണ്. ആ ടെക്നിക്കുകൾ അവൻ ഒന്നൊന്നായി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കുമ്പോൾ അടുത്തതായി അവന്റെ കണ്ണിലേക്ക് വന്നത് മിസ്റ്റിക് ആർട്സ് ആണ്. മിസ്റ്റിക് ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്കുകളും അവന്റെ മുന്നിലുണ്ട്. എന്താണ് ആ ആർട്സ് എന്നും ആ ആർട്സിൽ ആ ടെക്നിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നും ആ ടെക്നിക്കിനെ എങ്ങനെ മറികടക്കണമെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അറിവുകളുടെ ഒരു വൻ ശേഖരം ഇതാ അവന്റെ മനസ്സിനകത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് മാർക്കിന് ഒരു പിടിയില്ല. താൻ കാണുന്ന ആ അറിവുകളിലൂടെ മാർക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിവേഗം സമയം കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് മാർക്ക് ഞെട്ടി ഉണർന്നത്. ഞെട്ടി ഉണർന്ന മാർക്ക് കണ്ണുകൊണ്ട് ചുറ്റും പരതുമ്പോൾ അവന്റെ ശ്രദ്ധ അവന്റെ തൊട്ടു മുന്നിൽ കസേരയിൽ അവനെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു സുന്ദരിയിലേക്ക് വന്നു. അമ്പരപ്പോടെ അവൻ ആ സുന്ദരിയെ നോക്കുന്ന കണ്ടതും ആ സുന്ദരി അവനോട് പറഞ്ഞു, ആ മാർക്ക് ഉണർന്നു അല്ലേ? അവളുടെ മാർക്ക് എന്നുള്ള വിളിയും ആ പറച്ചിലും കേട്ട് മാർക്ക് ശരിക്കും ഒന്ന് ഞെട്ടി തന്നെ പറയാം. അവൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അല്ല, ആരാ നിങ്ങൾ? ഞാനെങ്ങനെ ഇവിടെ എത്തിയ? മാർക്കിന്റെ ആ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരമായി ആ സുന്ദരി മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക്, ഞങ്ങൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ ഫുട്പാത്തിൽ കുഴഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാനാ നിങ്ങളെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഇപ്പൊ മാർക്കിനെ കഥ മനസ്സിലായി. അവനൊരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്ക് അവൻ എത്തിച്ചിരിക്കുന്ന സുന്ദരിയാണ് അവന്റെ മുന്നിൽ ഇരിക്കുന്നത്. മാർക്ക് ആ സുന്ദരിയോട് പറഞ്ഞു, താങ്ക് യു. എന്താ നിങ്ങളുടെ പേര്? മാർക്കിന്റെ ചോദ്യം കേട്ടതും എമിലി അയാളോട് പറഞ്ഞു, എൻ്റെ പേര് എമിലി എന്നാണ്. എമിലി അങ്ങനെ പറഞ്ഞതും എമിലി ചുമച്ചതും ഒരേ നിമിഷത്തിലാണ്. ശരിക്കും ഒരു കഫം അവളുടെ ഉള്ളിലുണ്ടെന്ന് അവളുടെ ആ ചുമ വിളിച്ചു പറയുകയാണ്. അവൾ വാ പൊത്തിക്കൊണ്ട് ചുമയ്ക്കുന്ന ആ നിമിഷത്തിലാണ് അകത്തേക്ക് ഒരു ഡോക്ടർ ഓടി വന്നത്. അപ്പോഴാണ് മാർക്കും അത് ശ്രദ്ധിക്കുന്നത്. വാതിലിന് പുറത്തും ആരൊക്കെയോ ഉണ്ട്. അകത്തേക്ക് ഓടി വന്ന ഡോക്ടർ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, നിങ്ങൾ മരുന്ന് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ പറഞ്ഞിട്ട് ആ ഡോക്ടർ ഉടൻ തന്നെ വ്യത്യസ്ത നിറങ്ങളിലുള്ള 3-4 ഗുളികകൾ എടുത്ത് എമിലിക്ക് കൊടുത്തു. എമിലി ആ ഗുളികകൾ ഒന്നൊന്നായി വിഴുങ്ങി. ആ ഗുളികകൾ വിഴുങ്ങിയിട്ടും അവളുടെ അസ്വസ്ഥത അങ്ങോട്ട് മാറുന്നില്ല. അവൾ വീണ്ടും ചുമയ്ക്കുന്ന കണ്ടതും ഡോക്ടർ അവളോട് പറഞ്ഞു, മിസ് എമിലി, ഇപ്പോ ആസ്മ ലേശം കടുക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആസ്മ എന്ന വാക്ക് ഡോക്ടർ പറഞ്ഞതും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന മാർക്കിന്റെ തലയിൽ ഒരു ബൾബ് കത്തിയതുപോലെ ഒരു പ്രകാശം ഉണ്ടാവുകയാണ്. ശരിക്കും മാർക്കിന് വല്ലാത്തൊരു അമ്പരപ്പ് തോന്നുകയാണ്. അവനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ മനസ്സിൽ ആ ആസ്മ അസുഖം ചികിത്സിക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരികയാണ്. ഈ നിമിഷത്തിൽ വാ പൊത്തിപ്പിടിച്ച് പിന്നെ ചുമക്കിയാണ് എമിലി ബ്ലാക്ക്. എമിലിയെ നോക്കിയിട്ട് മാർക്ക്
എമിലിയോട് പറഞ്ഞു, മിസ് എമിലി ഞാൻ ഒന്ന് നോക്കട്ടെ, മിസ് എമിലി ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള മാർക്കിന്റെ ചോദ്യം കേട്ട എമിലിയും ഡോക്ടറും ഒരുപോലെ ഞെട്ടിയെന്ന് പറയാം. ഡോക്ടർ അമ്പരപ്പടെ മാർക്കിനെ നോക്കിയപ്പോൾ മാർക്കിനോടായി എമിലി ചോദിച്ചു, മാർക്ക് നിങ്ങൾ എന്ത് നോക്കട്ടെ എന്നാ പറഞ്ഞ? മിസ് എമിലി നിങ്ങളുടെ അസുഖം ചികിത്സിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൻ ചോദ്യം ഒന്നുകൂടി വിശദമാക്കുകയാണ്. അത് കേട്ടതും എമിലി ചോദിച്ചു, മാർക്ക് നിങ്ങളൊരു ഡോക്ടറാണോ? മിസ് എമിലി ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ എമിലി നിങ്ങൾ ചികിത്സിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത് കേട്ടതും ആ മുറിയിലുണ്ടായിരുന്ന ഡോക്ടർ മാർക്കിനോട് ചോദിച്ചു, നിങ്ങൾ ചികിത്സിക്കാൻ പോകുന്നത് ഈ ആളുടെ പുറത്തു തൊട്ടല്ലേ? അതെ അതെ ഡോക്ടർ. ഡോക്ടർക്ക് എന്നെ മനസ്സിലായി? എനിക്ക് മനസ്സിലാകാതിരിക്കൂ, സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ഒന്ന് തൊട്ടു നോക്കാൻ ആർക്കും ഒന്ന് തോന്നും. മാർക്കിന്റെ മനസ്സിലിരിപ്പ് ആ ഡോക്ടർ ഏതാണ്ട് പൊളിച്ചടിക്കുന്ന പോലുള്ള ഒരു ഡയലോഗാണ് ആ ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടിട്ടും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി ഞാനത് നോക്കട്ടെ. അങ്ങനെ മാർക്ക് വീണ്ടും പറഞ്ഞപ്പോൾ ഡോക്ടർ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി ഇയാളെ പോലുള്ള ആളുകൾ ശരിക്കും കബളിപ്പിക്കലുമായി രംഗത്ത് വരുന്നവരാണ്. ഒരു കാര്യവും അറിയാത്ത ഇവർക്ക് ആളുകളെ കബളിപ്പിക്കാൻ എളുപ്പം പറ്റും. മിസ് എമിലി ബി കെയർഫുൾ. ഡോക്ടർ അങ്ങനെ വാൺ ചെയ്തെങ്കിലും എമിലി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ മാർക്ക് നിങ്ങൾ പരിശോധിച്ചോളൂ. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, പ്ലീസ് ബെഡിലേക്ക് ഒന്ന് കിടക്കാവൂ. മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് എമിലി മാർക്ക് കിടന്ന ആ ബെഡിലേക്ക് കയറി ഒന്ന് കിടന്നു. മിസ് എമിലി ഞാൻ നിങ്ങളുടെ നെഞ്ചിലൊന്ന് സ്പർശിക്കും. എമിലിയോട് മാർക്ക് അങ്ങനെ പറഞ്ഞതും ആ റൂമിന് കാവൽ നിൽക്കുകയായിരുന്ന 2 സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങോട്ട് ഓടി വന്നതും അതേ നിമിഷത്തിലാണ്. ആ ഓടി വരുന്ന അവരുടെ മുഖത്ത് ദേഷ്യം അങ്ങോട്ട് പടർന്നു കയറുന്നത് ആർക്കും കാണാം. എമിലി ബ്ലാക്കിന്റെ നെഞ്ചിൽ തൊടാനുള്ള ഒരു ശ്രമമാണ് മാർക്ക് എന്ന ആ വ്യക്തി നടത്തുന്നെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഓടി വന്നത്. ഓടി വന്ന അവന്മാർ മാർക്കിനെ പിടിക്കാനായി പോയതും എമിലി സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു, സ്റ്റോപ്പ് ദയർ, അയാൾ പരിശോധിക്കട്ടെ. അങ്ങനെ സെക്യൂരിറ്റിക്കാരോട് എമിലി പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ രണ്ടുപേരും പുറകോട്ട് മാറി. ആ 2 സെക്യൂരിറ്റിക്കാരും ഡോക്ടറും അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് അവന്റെ കൈ എമിലിയുടെ നെഞ്ചിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും സുന്ദരിയായ, ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും സൗന്ദര്യമുള്ള എമിലിയുടെ നെഞ്ചിലേക്ക് മാർക്ക് അവന്റെ കൈ വെച്ചു. അവന്റെ കൈ അവൻ അവളുടെ നെഞ്ചിലേക്ക് അങ്ങനെ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ സെക്യൂരിറ്റിക്കാരും അതുപോലെ ഡോക്ടറും അമ്പരപ്പോടെ മാർക്കിനെ തന്നെ നോക്കുകയാണ്. മാർക്ക് അവന്റെ കൈ എമിലിയുടെ നെഞ്ചിലേക്ക് വെച്ചിട്ട് കണ്ണൊന്ന് അടച്ചു. അവനെന്തോ ധ്യാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവന്റെ ആ കണ്ണടച്ചുള്ള നിപ്പ് കാണുന്ന എമിലിക്ക് ബോധ്യമായിട്ടുണ്ട്. എമിലി കൗതുകത്തോടെ മാർക്കിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ ഒരു ചൂട് അനുഭവപ്പെട്ടു. മാർക്കിന്റെ കയ്യിലൂടെ ഒരു കറണ്ട് അവളുടെ ശരീരത്തിലേക്ക് അങ്ങനെ കടക്കുകയാണ്. മാർക്കിന്റെ മനസ്സിൽ ആ ചികിത്സ എങ്ങനെ നടത്തണമെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വന്നു നിൽക്കുകയാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ മാർക്ക് ആക്ട് ചെയ്യുകയാണ്. മാർക്ക് നേരത്തെ അവന്റെ അച്ഛൻ അവനിലേക്ക് എല്ലാ അറിവും ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അവൻ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവന്റെ ശരീരത്തിൽ ഒരു സ്പിരിച്വൽ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്പിരിച്വൽ എനർജി അവന്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് അവന് ചാനലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവൻ അറിയത്തില്ല. അവൻ ചെയ്തു നോക്കുന്നു. അതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് ഒരു പിടിയില്ലെങ്കിലും എന്തോ ഒന്ന് അവന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നുണ്ട്. ആ ഒഴുക്ക് അവന്റെ വലത് കൈയിലേക്ക് വരുന്നുണ്ട്. ആ വലത് കൈയിലൂടെ ഒരു ചൂട് എമിലിയുടെ പുറത്തേക്ക് കടക്കുന്നുണ്ട്. ഇതേ സമയത്ത് എമിലിയുടെ ശരീരത്തിനകത്ത് ശരിക്കും ഒരു ചൂട് കയറി തുടങ്ങുകയാണ്. അവളുടെ ബോഡി ഒന്ന് ചൂടായി തുടങ്ങി. അവളുടെ ബോഡിക്കകത്തുകൂടി ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യപ്പെടുന്ന ഒരു ഫീല് എമിലിക്ക് അനുഭവപ്പെടുകയാണ്. എമിലി അമ്പരപ്പോടെ മാർക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് കണ്ണടച്ച് തന്നെ നിൽക്കുകയാണ്. കണ്ണ് അടച്ചു നിൽക്കുന്ന മാർക്കിനെ കാണുമ്പോൾ തന്നെ അറിയാം മാർക്ക് ഈ ലോകത്ത് ഒന്നുമല്ലാന്ന്. അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥ നിൽക്കുകയാണ്. മാർക്കിനെ തന്നെ കൗതുകപൂർവ്വം അങ്ങനെ എമിലി നോക്കി നിൽക്കുമ്പോൾ മാർക്ക് കണ്ണു തുറന്നു. ഏകദേശം 10 മിനിറ്റോളം മാർക്ക് എമിലിയുടെ പുറത്ത് അവൻ്റെ കൈ വെച്ചിരിക്കുകയായിരുന്നു. മാർക്ക് അവളുടെ പുറത്ത് തന്നെ കൈ വെച്ചുകൊണ്ട് അവളെ തന്നെ അയാൾ നോക്കി നിൽക്കുന്നുണ്ടതും എമിലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്നെ തൊട്ടത് മതിയായില്ലേ? സുന്ദരിയായ ഒരു പെൺകുട്ടി ആ ചോദ്യം ചോദിക്കുമ്പോൾ ആരായാലും ഒന്ന് ചമ്മും. മാർക്കും ഒന്ന് ചമ്മിയെന്ന് തന്നെ പറയാം. മാർക്ക് പെട്ടെന്ന് കൈ പിൻവലിച്ചു. മിസ് എമിലി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല.
മാർക്ക്, എൻ്റെ അസുഖം മാറുമോ? പെട്ടെന്ന് എമിലി അങ്ങനെ ചോദിച്ചതും മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ അസുഖം മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടതും ഡോക്ടർ മിസ് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഇവൻ ആളെ കബളിപ്പിക്കുകയാണ്. ഇവനെ പോലുള്ള തെമ്മാടികളെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. ഏകദേശം 10 മിനിറ്റോളം മിസ് എമിലിയെ ചികിത്സിച്ച മാർക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർക്കും ആ ബോഡി ഗാർഡുകൾക്കും അറിയാം. വെറുതെ എമിലിയുടെ നെഞ്ചിൽ കൈവച്ചങ്ങ് നിൽക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ചികിത്സ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഹത്തേക്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അസുഖം ഉണ്ടോന്ന് നോക്കുക, ഏതെങ്കിലും ഗുളിക കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മസാജ് ചെയ്യുക, അല്ലെങ്കിൽ അക്യുപങ്ചർ ശൈലിയിൽ സൂചികൾ തറയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ഇവിടെ ഒന്നുമേ ചെയ്തിട്ടില്ല. വെറുതെ ആ സുന്ദരിയുടെ നെഞ്ചിൽ കൈവച്ച് നിൽക്കുക മാത്രമാണ് മാർക്ക് ചെയ്തത്. അത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ ആ ഡോക്ടർക്ക് വേറെ ആരുടെയും സഹായമൊന്നും വേണ്ട. ഡോക്ടർ അങ്ങനെ പറഞ്ഞതും ആ സെക്യൂരിറ്റി ഗാർഡുകൾ ശരിക്കും ഒന്ന് ഉഷാറായി മാർക്കിന്റെ അപ്പുറം ഇപ്പുറം വന്നു നിന്നു. അത് കണ്ടതും എമിലി അവരോട് പറഞ്ഞു, 10 മിനിറ്റ് അല്ലേ, നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് എമിലി ആ മുറിയിലെ ക്ലോക്കിലേക്ക് നോക്കി. ക്ലോക്കിലേക്ക് എമിലി നോക്കി കണ്ടതും ഡോക്ടറും ആ സെക്യൂരിറ്റി ഗാർഡുകളും ആ ക്ലോക്കിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ്, അങ്ങനെ പോവുകയാണ്. 8 മിനിറ്റ് ആയിട്ടും ഒരു മാറ്റവും എമിലിക്ക് ഉണ്ടായില്ല. എമിലി ഇപ്പോൾ കുറച്ചുകൂടി അസ്വസ്ഥതയാണ്. അവളുടെ ബോഡിയിൽ വല്ലാത്തൊരു പിരിമുറുക്കം അനുഭവപ്പെടുന്നുണ്ട്. അവളുടെ മുഖവും ഏതാണ്ട് വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ആ കാഴ്ച കണ്ടതും ഡോക്ടറും സെക്യൂരിറ്റി ഗാർഡുകളും ശരിക്കും ദേഷ്യത്തോടുകൂടി മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മിസ് എമിലി, നീ എന്താ ചെയ്തത്? സർ, ഞാൻ ഒന്നും ചെയ്തില്ല. മാർക്കിന്റെ മറുപടി ആ സെക്യൂരിറ്റി ഗാർഡുകളെ തെല്ലൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത്. അവർ മാർക്കിനെ ശിക്ഷിക്കാനായി മാർക്കിന്റെ ഇരു കൈകളിലും പിടിച്ചതും എമിലി അവരോട് പറഞ്ഞു, ഏയ് അയാൾ വിട്ടേക്ക്, അയാൾ പോട്ടെ. മിസ് എമിലി, ഞാൻ പറഞ്ഞില്ലേ, അയാൾ വിട്ടേക്ക്, അയാൾ പോട്ടെ. അങ്ങനെ എമിലി പറഞ്ഞതും മാർക്ക് എമിലി ഒന്ന് തൊഴുതിട്ട് സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ശരിക്കും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അവൻ കണ്ട സ്വപ്നത്തിലെ അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യവും ഒക്കെ സത്യമാണോ എന്ന് അറിയാനായി അവനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. സത്യമാണെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സത്യമല്ലെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ ജീവിതം പോലെ തന്നെ ബാക്കി കാലവും മുന്നോട്ട് പോകും. ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നാലും അവൻ അതിനകത്ത് വിഷമിക്കാൻ ഒരു കാര്യവുമില്ല. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് മാർക്ക് ആ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതേ സമയത്ത് ക്ലോക്കിലെ ആ സൂചി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 9 മിനിറ്റായി, 10 മിനിറ്റായപ്പോൾ എമിലി ഒന്ന് എണീറ്റു. ശരിക്കും എമിലിക്ക് ഇപ്പൊ ഒരു വല്ലാത്തൊരു വിമിഷ അനുഭവപ്പെടുകയാണ്. ആ വിമിഷ അങ്ങനെ കൂടി വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് അവളുടെ മുഖത്ത് അനുഭവപ്പെടുന്നത് ഡോക്ടർക്ക് കൃത്യമായി കാണാം. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ പെട്ടെന്നാണ് എമിലി അങ്ങ് ഛർദ്ദിക്കുന്നത്. ഒരു വല്ലാത്തൊരു സഫോക്കേഷനോട് കൂടി എമിലി ഛർദ്ദിച്ചതും ഒരു കറുത്ത ഇരുണ്ട വസ്തു അവിടെ വായിന്ന് പുറത്തേക്ക് വീണു. ശരിക്കും ഒരു കറുത്ത കഫം കൂടി ആ വസ്തുവിനൊപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ട്. മിസ് എമിലി, എന്താ ഇത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡുകളും ഉടനെ ആ ചോദ്യമോ ചോദിക്കുന്നത്, മിസ് എമിലി, ഇത് അവന്റെ പണിയാണ്, അവൻ എന്തോ കുഴപ്പം ചെയ്തു. എമിലിയും ഏതാണ്ട് വല്ലാതായി. അവളുടെ വായ്ക്കകത്തുകൂടി ആ ശൈലിയിൽ ഒരു കറുത്ത വസ്തു പുറത്തേക്ക് വരുമെന്ന് അവളും വിചാരിച്ചതല്ല. പക്ഷെ മാർക്ക് അവളെ ഒന്നും ചെയ്തില്ല എന്ന കാര്യം എമിലിക്ക് നന്നായി അറിയാവുന്നതുമാണ്. മാർക്ക് അവൾക്ക് കഴിക്കാനായി ഒന്നും കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ കറുത്ത വസ്തു ഛർദ്ദിച്ചതിൽ മാർക്കിന് ഒരു ബന്ധവുമില്ല എന്ന് ഒരു വിശ്വാസം അവൾക്കുണ്ട്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് മറ്റൊരു സംഭവം അനുഭവപ്പെട്ടു തുടങ്ങിയത്. അവളുടെ ഓർമ്മ വെച്ച കാലം മുതൽ അവളുടെ നെഞ്ചിൽ ഒരു ഭാരമുണ്ടായിരുന്നു. ശരിക്കും ഒരു വല്ലാത്ത സഫോക്കേഷൻ അവൾക്ക് എപ്പോഴും അനുഭവപ്പെടുമായിരുന്നു. ആ ഒരു നെഞ്ചിലെ ഭാരം ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ തൊണ്ടിൽ എപ്പോഴും ചുമയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. ഒരു കിരിയിരിപ്പൊക്കെ അനുഭവപ്പെടും. അത് തൊണ്ടയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. എപ്പോഴും ചുമയ്ക്കാനുള്ള ആ ടെൻഡൻസി ഉണ്ടായിരുന്ന, നെഞ്ചിൽ ഭാരമുണ്ടായിരുന്ന എമിലിക്ക് ഇപ്പോൾ അത് രണ്ടും അനുഭവപ്പെടുന്നില്ല. എമിലി വല്ലാത്തൊരു അമ്പരപ്പോടെ ഡോക്ടറെ നോക്കി. ഡോക്ടർ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. എമിലി എന്താ പറഞ്ഞേ? അങ്ങനെ ഡോക്ടർ ചോദിച്ചതും ഡോക്ടറോട് മറുപടി പറയാതെ എമിലി ആ സെക്യൂരിറ്റി ഗാർഡുകളോട് പറഞ്ഞു,
മാർക്കിനെ വിളിച്ചോണ്ട് വാ. എന്താണ് എമിലി ഉദ്ദേശിക്കുന്നതെന്ന് ആ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് മനസ്സിലായില്ല. സെക്യൂരിറ്റി ഗാർഡുകളും ആ വാതിലിന് പുറത്ത് നിൽക്കുകയായിരുന്ന അവളുടെ സെക്രട്ടറിയും 2 ആളുകളും കൂടെ അഡീഷണലായി 2 പേരും ഒരുമിച്ച് താഴേക്കിറങ്ങി. ഈ സമയത്ത് നമ്മുടെ മാർക്ക് റോഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്? അതാണ് മാർക്കിന്റെ മനസ്സിലെ ചോദ്യം. അവന് ഇനി വീട്ടിലേക്ക് മടങ്ങാനാവില്ല. വീട്ടിൽ നിന്ന് അവനെ അടിച്ച് പുറത്താക്കിയത് അവന്റെ ഭാര്യ തന്നെയാണ്. എന്താണ് താൻ ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാർക്ക് അങ്ങനെ നടക്കുമ്പോൾ ആ കറുത്ത ബെന്റ്ലി കാർ വീണ്ടും അവന്റെ അടുത്ത് വന്ന് ചവിട്ടി നിർത്തി. അമ്പരപ്പോടെ അവൻ ഞെട്ടി തിരിയുമ്പോൾ ആ കാറിൽ നിന്ന് ആ സെക്യൂരിറ്റി ഗാർഡുകൾ ചാടി പുറത്തിറങ്ങി. അവർ മാർക്കിനോട് പറഞ്ഞു, ഏയ് നീ ഞങ്ങളോടൊപ്പം വരണം. ഒരു തടസ്സവും പറയാതെ മാർക്ക് അവർക്കൊപ്പം കൂടി. ശരിക്കും ബോധം കെട്ട് അനാഥനായി റോഡ് സൈഡിൽ കിടന്ന് തന്നെ രക്ഷിച്ച ആ ലേഡിയെ രക്ഷിക്കാൻ താനൊരു ശ്രമം നടത്തിയതാണ്. അത് വിജയിക്കാത്തത് കൊണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ തന്നെ പിടികൂടിയതാണ്. അക്കാര്യം മാർക്കിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് എതിർക്കാതെ അവർക്കൊപ്പം കൂടിയത്. മാർക്കിനെ കൊണ്ട് സെക്രട്ടറിയും ആ സെക്യൂരിറ്റി ഗാർഡുകളും സന്തോഷത്തോടു കൂടിയാണ് എമിലിയുടെ മുറിയിലേക്ക് വന്നത്. ശരിക്കും മാർക്കിന്റെ 2 കൈകളിലും ആ സെക്യൂരിറ്റി ഗാർഡുകൾ പിടികൂടിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട എമിലി പെട്ടെന്ന് അവരോട് ചോദിച്ചു, എന്താ ഇത്? എമിലിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ടതും സെക്യൂരിറ്റി ഗാർഡുകൾ മാർക്കിന്റെ കയ്യിൽ നിന്ന് കൈയെടുത്തു. സെക്യൂരിറ്റി ഗാർഡുകൾ മാർക്കിന്റെ കയ്യിൽ നിന്ന് കൈയെടുത്തതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി കേട്ടോ, സോറി, ഇവർ അറിയാതെ ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞിട്ട് എമിലി ആ സെക്യൂരിറ്റി ഗാർഡുകളോട് പറഞ്ഞു, മാർക്കിനോട് സോറി പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ഒരു പിടിയുമില്ല. പക്ഷേ സോറി പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സാക്ഷാൽ മിസ് ബ്ലാക്ക് ആണ്. എമിലി ബ്ലാക്ക് ആരാണെന്ന് അറിയാവുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ അടുത്ത നിമിഷം മാർക്കിനോട് സോറി പറഞ്ഞു. സോറി മിസ് മാർക്ക്. അങ്ങനെ ആ സെക്യൂരിറ്റി ഗാർഡുകൾ പറഞ്ഞതും എമിലി എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, എനിക്ക് മാർക്കുമായി മാത്രം ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി. കേൾക്കേണ്ട താമസം ഡോക്ടറും സെക്രട്ടറിയും സെക്യൂരിറ്റി ഗാർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും മുറിക്ക് പുറത്തേക്ക് പോയി. അവര് ആ മുറിയും അടച്ചു. ഈ സമയത്ത് നിശബ്ദനായി അന്തമിട്ട് നിൽക്കുന്ന മാർക്കിനോടായി എമിലി ചോദിച്ചു, മാർക്ക്, നിങ്ങൾക്ക് ആളുകളെ ചികിത്സിക്കാൻ അറിയാമല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണല്ലേ? ആ ചോദ്യം എമിലി ചോദിച്ചപ്പോൾ മാർക്ക് അമ്പരപ്പോടെ എമിലിയോട് ചോദിച്ചു, മിസ് എമിലി, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചത്? മാർക്ക്, എൻ്റെ ആസ്മ അത് പൂർണ്ണമായും മാറി. ശരിക്കും ആ നിമിഷത്തിൽ ഞെട്ടിയത് നമ്മുടെ മാർക്ക് തന്നെയാണ്. അവൻ ഇതുവരെ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ്. അവന്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്നതും അവനോട് പറഞ്ഞതുമൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവൻ ഇതുവരെയും അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ നിമിഷത്തിൽ മാർക്കിന് ആ കാര്യം ഉറപ്പാണ്. അച്ഛൻ സ്വപ്നത്തിൽ വന്നതും പറഞ്ഞതും യാഥാർത്ഥ്യമായി ബന്ധമുള്ളതാണ്. അമ്പരപ്പോടെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, അങ്ങനെയൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ മാർക്ക്, നിങ്ങൾ എന്താ നിങ്ങളുടെ ഭാര്യ വീട്ടിൽ ഈ കാര്യം നേരത്തെ പറയാതിരുന്നത്? മിസ് എമിലി, അത് പിന്നെ ഞാൻ... മാർക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ മാർക്കിന്റെ ഫോൺ ബെല്ലടിച്ചു. ഫോൺ എടുത്ത മാർക്ക് കോൾ വിളിക്കുന്ന ആളുടെ പേരും നോക്കി. കോൾ വിളിക്കുന്നത് അവന്റെ ഭാര്യ സാക്ഷാൽ യാനിമി സണ്ണാണ്. ആ ഫോണിൽ കണ്ട പേരിലേക്ക് നോക്കിയിട്ട് അവൻ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഒരു നിമിഷം ഞാൻ ഈ കോള് അറ്റൻഡ് ചെയ്തോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അല്പം മാറി നിന്ന് കോള് അറ്റൻഡ് ചെയ്തു. ഹലോ, മാർക്ക്, നീ എവിടെയാ? മറുഭാഗത്ത് ചാടിക്കടിക്കും പോലെ യാനിമയുടെ ചോദ്യം ഉണ്ടാവുകയാണ്. യാനിമ, ഞാൻ എവിടെയാണെങ്കിലും നിനക്കെന്താ? യാനിമയോട് ആ ശൈലിയിൽ ആദ്യമായിട്ടാണ് മാർക്ക് സംസാരിക്കുന്നത്. മാർക്കും ദേഷ്യത്തിലാണെന്ന് മറുഭാഗത്തുള്ള യാനിമയ്ക്ക് മനസ്സിലായി. യാനിമ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞാൻ പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് കൊള്ളാം. നീ ഇപ്പോൾ ഇവിടെ വരണം, വന്നിട്ട് ഈ ഡിവോഴ്സ് പേപ്പറിൽ നീ ഒപ്പിടണം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് ഫോൺ കട്ടായപ്പോൾ ഫോണിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് അവൻ്റെ ഫോണ് പോക്കറ്റിലിട്ടതും എമിലി അവനോട് ചോദിച്ചു, മാർക്ക്, ഡിവോഴ്സിന്റെ കാര്യമായിരിക്കും സംസാരിച്ചല്ലേ? അല്ല മിസ് എമിലി, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മാർക്ക്, അതൊക്കെ മനസ്സിലാക്കാന്നുള്ളത് വളരെ എളുപ്പമല്ലേ? എമിലി അങ്ങനെ പറഞ്ഞപ്പോൾ അതേക്കുറിച്ച് പിന്നീട് കൂടുതൽ മാർക്ക് ആലോചിച്ചില്ല. മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, എനിക്ക് താങ്കളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ കൂടെ വരാം. മിസ് എമിലി,
നിങ്ങൾ എൻ്റെ കൂടെ വരാമെന്നോ? അതെ മാർക്ക്, ഞാൻ കൂടെ വരാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് താഴെ നിൽക്ക്, ഞാനിപ്പോൾ എത്താം. മാർക്ക് എമിലി തന്നോടൊപ്പം എന്തിനായിരിക്കും വരിക എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്ന് താഴേക്കിറങ്ങി ഗേറ്റിന്റെ ഭാഗത്തേക്ക് നടക്കുമ്പോൾ എമിലിയുടെ സെക്രട്ടറി മുറിയിലേക്ക് കടന്നു വന്നു. സെക്രട്ടറി എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ചിൽറ്റൗണിൽ നിന്ന് ഗവർണറും ഉദ്യോഗസ്ഥരും ഒക്കെ വന്നിട്ടുണ്ട്. ബാങ്കറ്റ് ഹാളിൽ അവർ കാത്തിരിക്കുകയാണ്. അത് കേട്ടതും എമിലി സെക്രട്ടറിയോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, നമുക്ക് അവരെയൊക്കെ കാണാം. തൽക്കാലം ഞാൻ മാർക്കിന്റെ വീട് ഒന്ന് പോട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് എമിലി സെക്രട്ടറിക്കൊപ്പം താഴേക്ക് ഇറങ്ങി. അവര് താഴെ എത്തുമ്പോൾ കാറിനടുത്ത് മാർക്ക് നിൽപ്പുണ്ട്. മാർക്കിനെയും കൊണ്ട് എമിലി കാറിലേക്ക് കയറി. സെക്രട്ടറി മുൻഭാഗത്തെ സീറ്റിലേക്ക്. ശരിക്കും മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പിലാണ്. അവൻ നേരത്തെ ആ ബ്ലാക്ക് ബെന്റിലയിൽ ആ സെക്യൂരിറ്റി ഗാർഡുകൾക്കൊപ്പം കയറിയിരുന്നു. ഇപ്പൊ പക്ഷെ അവൻ കയറുന്നത് സാക്ഷാൽ എമിലിക്കൊപ്പമാണ്. എമിലിയെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീക്കൊപ്പം അടുത്തടുത്ത സീറ്റിലിരുന്ന് കാറിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് മാർക്ക് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഇതാ അതും സംഭവിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാർക്കിന്റെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ചിരിക്കുന്ന മാർക്കിനോടായി എമിലി ചോദിച്ചു, ഹേയ് മാർക്ക്, എന്തു പറ്റി? ഹേയ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴേക്കും അവരുടെ വാഹനം ആ വീടിന്റെ മുന്നിലെത്തി. മിഡിൽ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു കുടുംബം തന്നെയാണ് ഈ സൺ കുടുംബവും. ആ സൺ കുടുംബത്തിന്റെ മുന്നിലാണ് ആ വാഹനം എത്തിയത്. മാർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതേ സമയത്ത് എമിലിയും കാറിൽ നിന്ന് പുറത്തിറങ്ങി. മിസ് എമിലി, നിങ്ങൾ? ആ മാർക്ക്, ഞാൻ കൂടെ വരാം. ശരിക്കും മാർക്കിനെ ഞെട്ടിച്ചുകൊണ്ട് എമിലി മാർക്കിനൊപ്പം ആ സൺ കുടുംബക്കാരുടെ വീടിനകത്തേക്ക് നടക്കുകയാണ്. സുന്ദരിയായ എമിലിക്കൊപ്പം മാർക്ക് ആ വീടിനകത്തേക്ക് നടന്നു കയറുമ്പോൾ അകത്ത് സൺ കുടുംബത്തിലെ ആളുകളൊക്കെ മാർക്കിനെ കാത്തിരിക്കുകയാണ്. മാർക്കിനെ കണ്ടതും മാർക്കിന്റെ ഭാര്യ യാനിമ സൺ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, എന്താ ഇത്ര താമസിച്ചത്? വിളിച്ച അപ്പം ഇവിടെ വരണമെന്ന് അറിയത്തില്ലേ? ശരിക്കും ഒരു ജോലിക്കാരനോട് സംസാരിക്കുന്നത് പോലെ യാനിമ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ യാനിമയ്ക്കൊപ്പമുള്ള അവൾ കിറന്ന് വിളിക്കുന്ന കിസൺ റോജേഴ്സ് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി മാർക്കിനൊപ്പമുള്ള ആ സുന്ദരിത്തിനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ മുഖം വീക്ഷിക്കുന്ന ആർക്കും അറിയാം അയാളുടെ മുഖത്തെ ആ ആക്രാന്തം. കിസണിനൊപ്പമുള്ളത് യാനിമ സണ്ണാണ്. യാനിമ സണ്ണിനെയും മാർക്കിനൊപ്പമുള്ള സുന്ദരിയും കമ്പയർ ചെയ്യാനേ പറ്റില്ല. മാർക്കിനൊപ്പമുള്ള സുന്ദരി ഒരു ലോക സുന്ദരിയാണെന്ന് പറയാം. ശരിക്കും ഒരു അപ്സരസ് എന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള സൗന്ദര്യത്തിന് ഉടമയാണ് മാർക്കിന് ഒപ്പമുള്ള ആ സുന്ദരി. ആ സുന്ദരിയെ കാണുന്തോറും കിസണിന്റെ കണ്ണിങ്ങനെ തള്ളി വരികയാണ്. കിസൺ റോജേഴ്സ് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ആ സുന്ദരി ചോദിച്ചു, ഏയ് യങ് ലേഡി, സ്വാഗതം, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. യങ് ലേഡി, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതമെന്ന് കിസൺ പറഞ്ഞത് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്കിനൊപ്പമുള്ള സുന്ദരിയെ യാനിമ ശ്രദ്ധിക്കുന്നത്. യാനിമയ്ക്കും ശരിക്കും ഒരു അമ്പരപ്പ്. മാർക്കിനൊപ്പമുള്ള സുന്ദരിയെ കണ്ടതും യാനിമ ആ സുന്ദരിയോട് പറഞ്ഞു, ഹേയ്, നിങ്ങള് എന്ത് കണ്ടിട്ടാ ഇവന്റെ കൂടെ കൂടിയിരിക്കുന്നത്? സ്വന്തമായിട്ട് നട്ടല് പോലും ഇല്ലാത്ത ഇവന്റെ ഒപ്പം നിങ്ങൾ എങ്ങനെയാ ഈ വീട്ടിനകത്തേക്ക് കടന്നു? ഒരു വല്ലാത്ത ചോദ്യമാണ് യാനിമ ചോദിക്കുന്നത്. അത് കേട്ടതും എമിലി യാനിമയോട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ നന്മ തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ മനുഷ്യനായിട്ട് ജനിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. മിസ്റ്റർ മാർക്കിന്റെ നന്മ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് നിങ്ങളുടെ പരാജയമാണ്. അങ്ങനെ എമിലി പറഞ്ഞതും കിസൺ എമിലിയോട് പറഞ്ഞു, ഹലോ, ഞാൻ കിസൺ റോജേഴ്സ്. ഞങ്ങൾ റോജേഴ്സ് കുടുംബം ന്യൂ സെലസ്റ്ററിലെ ബ്ലാക്ക് കുടുംബവുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബ്ലാക്ക് കുടുംബം ഞങ്ങൾ കിസൺ കുടുംബത്തെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം ഒരു വലിയ സംഭവമാകാൻ പോവുകയാണ്. ഞങ്ങളുമായി സഹകരിച്ചാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും. കിട്ടിയ അവസരത്തിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആ സുന്ദരിയോട് സംസാരിക്കുകയാണ് കിസൺ റോജേഴ്സ്. കിസൺ റോജേഴ്സ് പറഞ്ഞു കേട്ടപ്പോൾ എമിലി അറിയാതെ മനസ്സുകൊണ്ട് ചിരിച്ചു പോവുകയാണ്. ന്യൂ സെലസ്റ്ററിൽ നിന്ന് ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തരാവകാശി ആകാനുള്ള ആള് മിഡിൽ സിറ്റിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പൊ തന്നെ അല്പസ്വല്പം പബ്ലിസിറ്റി കിട്ടിയിട്ടുള്ള ഒന്നാണ്. അവർ മിഡിൽ സിറ്റിയിൽ എത്തിയിരിക്കുന്നത്
അനവധി ബിസിനസ് ഓപ്പർച്യൂണിറ്റികളുമായിട്ടാണെന്ന് ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കുകയാണ്. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാനായി സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ഥാപനങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങളും ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്ന ഒരു കുടുംബമാണ് സാക്ഷാൽ റോജേഴ്സ് കുടുംബം. റോജേഴ്സ് കുടുംബത്തിന്റെ നട്ടലിലാണ് ഈ ക്രിസ്റ്റൻ റോജേഴ്സ്. ക്രിസ്റ്റൻ റോജേഴ്സ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അതുകൊണ്ടാണ് എമിലിക്ക് ഒരു ചിരി വന്നത്. എമിലി ക്രിസ്റ്റനോട് ചോദിച്ചു, റോജേഴ്സ് കുടുംബമല്ലേ? ഓക്കെ, ഞാൻ മറക്കത്തില്ല. അങ്ങനെ എമിലി പറഞ്ഞതും യാനിമ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ദാ ആ മേശപ്പുറത്ത് ഡിവോഴ്സ് പേപ്പർ ഉണ്ട്, അതിൽ വേഗം ഒപ്പിട്ടെ. ശരിക്കും അവൾ വല്ലാത്ത ധൃതിയിലാണ്. യാനിമ അങ്ങനെ വീണ്ടും പറഞ്ഞതും മാർക്ക് യാനിമയോട് ചോദിച്ചു, ഏയ് യാനിമ, നീ സത്യമായിട്ടും എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണോ? ഏയ് മാർക്ക്, നീ എന്തിനാ വീണ്ടും ആ കാര്യം ചോദിക്കുന്നത്? നിന്നെ എന്നേ ഞാൻ ഡിവോഴ്സ് ചെയ്യേണ്ടതാണ്. ഇത്രയും താമസിച്ചു പോയത് എൻ്റെ തെറ്റുകൊണ്ടാണ്. നീ വേഗം സൈൻ ചെയ്തേ. ഈ യാനിമ, നിനക്കിതൊരു നഷ്ടമാകുവേ? എനിക്ക് നഷ്ടം വരാനോ? നിന്നെ ഒഴിവാക്കുമ്പോൾ എനിക്ക് ലാഭമല്ലേ ഉണ്ടാവൂ? നോക്കേ, ഞാൻ വിവാഹം കഴിക്കുന്ന ആരെയാണെന്ന് കണ്ടില്ലേ? ഞാൻ വിവാഹം കഴിക്കുന്നത് റോജേഴ്സിലെ ക്രിസ്റ്റനെയാണ്. റോജേഴ്സ് കുടുംബത്തിന്റെ സാധ്യതയെക്കുറിച്ച് ക്രിസ്റ്റൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ. റോജേഴ്സ് കുടുംബം നാളെ ന്യൂ സെലസ്റ്ററിലെ ബ്ലാക്ക് കുടുംബവുമായി ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ബ്ലാക്ക് കുടുംബം ഇവിടെ മിഡിൽ സിറ്റിയിൽ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടത്തിപ്പുകാരാകുന്നത് സാക്ഷാൽ റോജേഴ്സ് കുടുംബമാണ്. റോജേഴ്സ് കുടുംബത്തിന്റെ ക്രിസ്റ്റനായിരിക്കും എല്ലാ നടത്തിപ്പ് ചുമതലയും. ആ ക്രിസ്റ്റന്റെ ഭാര്യയാണ് ഞാൻ. അപ്പൊ പിന്നെ ഞാൻ ആരാകും? ആ എന്നെ കുറിച്ചാണോ നീ സങ്കടപ്പെടുന്നത്? വളരെ വിശദമായിട്ട് അവൾ അവളുടെ മനസ്സിലിരിപ്പ് വ്യക്തമാക്കിയതും മാർക്ക് ആ ഡിവോഴ്സ് പേപ്പറിൽ ഒന്നൊന്നായി സൈൻ ചെയ്തു. കുറേയേറെ സ്ഥലത്ത് അവന് സൈൻ ചെയ്യേണ്ടതുണ്ട്. സൈൻ ചെയ്ത് കഴിഞ്ഞതും അവൻ യാനിമയോട് പറഞ്ഞു, യാനിമ, നീ ദുഃഖിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ എമിലിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ശരിക്കും അവൻ നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ കൈ പിടിച്ച് നടക്കുന്നത് പോലെ ആ ബിൽഡിങ്ങിൽ നിന്ന് എമിലിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടക്കുകയായിരുന്നു. എമിലി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ കൗതുകത്തോടെ അവളുടെ കൈ പിടിച്ചിരിക്കുന്ന മാർക്കിനെ തന്നെ അങ്ങനെ നോക്കുകയാണ്. മാർക്ക് അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാർക്ക് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വീടിൽ നിന്ന് നടന്ന് ഗേറ്റ് കടക്കുമ്പോൾ ശരിക്കും യാനിമി അമ്പലപ്പോടെ ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. മാർക്ക് ഒരു സുന്ദരിയുടെ കൈ പിടിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് നടക്കുന്ന ആ കാഴ്ച. യാനിമിക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് മാർക്കിനെ അടുത്ത് പരിചയമുണ്ട്. മാർക്ക് ഒരിക്കലും തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് യാനിമി കണ്ടിട്ടേയില്ല. മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോഴും വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ ചുമക്കുമ്പോഴും അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോഴും ഒക്കെ യാനിമി ഭർത്താവായ മാർക്കിനെ കാണാറുള്ളതാണ്. എപ്പോഴും തല കുനിച്ചു പിടിക്കുന്ന ഒരാള്. അങ്ങനെയാണ് യാനിമിക്ക് മാർക്കിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. നട്ടല് എന്നുള്ളത് ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു അപൂർവ ജീവി. അങ്ങനെയാണ് മാർക്കിനെ യാനിമി വിലയിരുത്തിയിരുന്നത്. യാനിമയെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് നടന്നു പോകുമ്പോൾ മാർക്കിന്റെ വലത് കൈയിൽ എമിലിയുടെ ഇടത് കൈയുണ്ട്. എമിലി ശരിക്കും അത്ഭുതത്തോടെയാണ് ഇപ്പോൾ മാർക്കിനൊപ്പം നടക്കുന്നത്. തൻ്റെ കൈയും പിടിച്ച് നടക്കുമ്പോൾ മാർക്കിന്റെ ആ മുഖത്തുണ്ടാകുന്ന ഗൗരവഭാവം വളരെ കൗതുകത്തോടെ ഏറെ കണ്ടിട്ട് എമിലി വീക്ഷിക്കുകയാണ്. അവർ രണ്ടുപേരും നടന്ന് ആ വീടിന്റെ ഗേറ്റിനടുത്തെത്തി. ഗേറ്റിനടുത്തെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ കാര്യം ശ്രദ്ധിക്കുന്നത് തന്നെ. അവൻ എമിലിയുടെ കൈ പിടിച്ചിരിക്കുന്ന കാര്യം പെട്ടെന്ന് അവൻ കൈവിട്ടു. സോറി മിസ്, സോറി. ഹേയ് മാർക്ക്, സാരമില്ല, ബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മാർക്കിനെ കാറിനടുത്തേക്ക് വിളിച്ചു. മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, നിങ്ങൾ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഹേയ് മാർക്ക്, അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം, തൽക്കാലം കാറിലേക്ക് കയറ്. എമിലി അങ്ങനെ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ എമിലിയുടെ ആവശ്യം നിരസിക്കാൻ മാർക്കിന് ഒരു മടി. മാർക്ക് എമിലിക്കൊപ്പം കാറിലേക്ക് കയറി. ആ കാർ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സെറ്റിൽമെന്റ് മേഖലയിലേക്ക് കടക്കുകയാണ്. ശരിക്കും നഗരത്തിന്റെ ഹൃദയഭാഗമെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പോഷ് വീടുകളുള്ള മേഖലയിലേക്കാണ് എമിലിയുടെ ആ കാറ് കടന്നത്.
ഒരുപാട് വർഷമായിട്ട് ആ മിഡിൽ സിറ്റിയിൽ താമസിക്കുന്ന മാർക്ക് ഒരിക്കൽ പോലും കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയിലൂടെയാണ് ഇപ്പോൾ ആ കാറ് കടന്നു പോകുന്നത്. മനോഹരങ്ങളായ കൂറ്റൻ ബംഗ്ലാവുകൾ അങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു റോഡിലൂടെയാണ് ആ ബെന്റ്ലി ഒഴുകി നീങ്ങുന്നത്. അവസാനം ആ ബെന്റ്ലി ഒരു ബംഗ്ലാവിൻ്റെ മുന്നിൽ നിന്നു. കാറ് നിർത്തിയതും എമിലി കാറിന് പുറത്തേക്ക് ഇറങ്ങി. സ്വാഭാവികമായിട്ടും മാർക്ക് എമിലിയോട് ചോദിച്ചു, എമിലി നമ്മളെന്താ ഇവിടെ വന്നേ? ഹേയ് മാർക്ക്, നീ എൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കുകയാണ്. എമിലി, അതൊന്നും ഒരു വലിയ കാര്യമല്ല. മാർക്കിനത് വലിയ കാര്യമല്ല, പക്ഷെ എനിക്ക് അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ആ അസുഖത്തിൻ്റെ പിടിയിലാണ്. ഇപ്പോൾ എനിക്ക് ശരിക്കും ആശ്വാസം തോന്നുന്നുണ്ട്. എനിക്ക് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുകയാണ്. എൻ്റെ ആ സന്തോഷം മാർക്ക് എനിക്ക് പങ്കുവയ്ക്കണ്ടേ? എമിലി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മാർക്കിൻ്റെ പിടിയില്ല. മാർക്ക് അമ്പരപ്പോടെ എമിലിയുടെ മുഖത്തേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എമിലി അവളുടെ ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു താക്കോല് പുറത്തെടുത്തു. എമിലി ആ താക്കോല് കയ്യിലെടുത്തിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കൈയൊന്ന് നീട്ടി. എമിലി എന്തു പറഞ്ഞാലും അത് ചെയ്യും എന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന മാർക്ക് അറിയാതെ കൈ നീട്ടി പോവുകയാണ്. മാർക്ക് മുന്നിലിട്ടു നീട്ടിവെച്ച കൈയിലേക്ക് എമിലി ആ താക്കോല് വെച്ചു. ഒരു താക്കോൽ കൂട്ടമാണ്. മിസ് എമിലി, എന്താ ഇത്? ഏയ് മാർക്ക്, ഇത് ഈ വീടിൻ്റെ താക്കോലാണ്. ഞാൻ ഈ വീട് മാർക്കിന് നൽകുകയാണ്. മിസ് എമിലി, ഇത് വലിയ വീടല്ലേ, എന്നെ കൊണ്ട് ഇവിടെയും താമസിക്കാൻ പറ്റില്ല. നോക്കൂ മാർക്ക്, എൻ്റെ കയ്യിൽ ഉള്ള വീടുകൾ വെച്ച് ഏറ്റവും ചെറുത് ഈ വീടാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും ചെറിയ വീട് മാർക്കിന് നൽകാൻ പറ്റില്ല. എമിലിയുടെ ആ വിശദീകരണത്തിന് എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നറിയാതെ മാർക്ക് അമ്പരപ്പോടെ എമിലിയെ നോക്കി നിൽക്കുമ്പോൾ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വീട്ടിലേക്ക് കയറിക്കോളൂ, ഞാൻ മറ്റൊരു അവസരത്തിൽ മാർക്കിനെ കാണാൻ വരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ വന്ന കാറിലേക്ക് കയറി. എമിലിയെ കൊണ്ട് ആ കാറ് അവൻ്റെ കണ്ണിൽ നിന്നും മറയുന്നവരെ മാർക്ക് ആ കാറിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. മാർക്ക് തന്നെ നോക്കി നിൽക്കുന്നത് മിററിലൂടെ എമിലിയും ശ്രദ്ധിച്ചു. എമിലിയുടെ കണ്ണുകളിലെ കുസൃതി കണ്ടതും കാറിനകത്തുണ്ടായിരുന്ന സെക്രട്ടറി ചോദിച്ചു, മിസ് എമിലി, എന്താ ഈ കാണിക്കുന്നത്? ഇത്രയൊക്കെ വേണോ? ഹേയ്, നമുക്ക് നോക്കാന്ന്. അങ്ങനെ എമിലി മറുപടി പറയുമ്പോഴേക്കും മാർക്ക് ആ വീടിൻ്റെ പൂമുഖത്തേക്ക് അടക്കുകയാണ്. ശരിക്കും വിശാലമായ ഒരു പൂമുഖമുള്ള നല്ലൊരു കോമ്പൗണ്ട് വാളുള്ള ഒരു അപ്പാർട്ട്മെൻ്റാണ് എമിലി മാർക്കിന് കൊടുത്തിരിക്കുന്നത്. ഡ്രാഗൺ പാരഡൈസ് എന്നാണ് ആ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾക്ക് മുഴുവനായി ഇട്ടിരിക്കുന്ന പേര്. ഒരുപാട് വീടുകളുണ്ട്, സകലതും പോഷ് വീടുകളാണ്. ആ വീടുകളോടൊക്കെ കിടപിടിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു വീട് തന്നെയാണ് മാർക്കിന് എമിലി കൊടുത്തിരിക്കുന്നത്. മാർക്ക് വീട് തുറന്ന് അകത്തേക്ക് കടന്നു. ശരിക്കും അകത്തേക്ക് കിടന്ന മാർക്ക് കണ്ണു തള്ളി ചുറ്റുമൊന്ന് നോക്കിയാണ്. മനോഹരമായി ഫർണിഷ് ചെയ്തിരിക്കുന്ന വീട്ടിലേക്കാണ് മാർക്ക് എത്തിയിരിക്കുന്നത്. അടുക്കളയും ബെഡ്റൂമും ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും ലിവിംഗ് റൂമും ഒക്കെ അതിമനോഹരമായിട്ട് തന്നെ ഫർണിഷ് ചെയ്തിരിക്കുകയാണ്. കർട്ടനുകളൊക്കെ ശരിക്കും മനോഹരമാണ്. മാർക്കിന് താൻ ഇതുവരെ കാണാത്ത സൗകര്യങ്ങൾ കണ്ടതിൻ്റെ ഒരു വല്ലാത്ത അതിശയമുണ്ട്. പക്ഷേ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും മാർക്ക് സ്വബോധത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ ഭാഗത്ത് മാർക്കിന് വല്ലാത്തൊരു ഊർജത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുകയാണ്. ഒരു സ്പിരിച്വൽ ഊർജത്തിൻ്റെ സാന്നിധ്യമാണ് മാർക്കിന് അനുഭവപ്പെട്ടത്. അത് മനസ്സിലാക്കിയ മാർക്ക് ആ ലിവിംഗ് റൂമിൽ സോഫയിൽ രണ്ട് കാലും ക്രോസ് ചെയ്ത് ഏതാണ്ട് പത്മാസനത്തിൽ ഇരിക്കും പോലെ അങ്ങനെ ഇരുന്നു. അതിനുശേഷം പതുക്കെ അവൻ ബ്രീത്ത് ചെയ്ത് തുടങ്ങുകയാണ്. അവൻ്റെ സ്വപ്നത്തിൽ കണ്ട ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റായി ഒരാൾ വളരണമെങ്കിൽ അയാൾക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് അനിവാര്യമാണ്. ഫിസിക്കൽ സ്ട്രെങ്തിനൊപ്പം ശരിക്കും നന്നായി പ്രാക്ടീസ് ചെയ്താൽ ഒരു നല്ല മാർഷൽ ആർട്ടിസ്റ്റ് ആകാൻ പറ്റും. പക്ഷെ ആ മാർഷൽ ആർട്ടിസ്റ്റ് ഒരു ഇന്നർ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആയി എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം മാറുകയാണ്. അയാൾക്ക് സ്പിരിച്വൽ എനർജി ഉൾക്കൊള്ളാനും ഉപയോഗിക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും കപ്പാസിറ്റി ഉണ്ടായെന്നാണ്. അത് മാർഷൽ ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സ്റ്റെപ്പാണ്. ലക്ഷക്കണക്കിന് മാർഷൽ ആർട്ടിസ്റ്റുകൾ ആ സ്റ്റേജ് കടക്കാൻ കഴിയാതെ പരാജയപ്പെടാറുണ്ട്. ശരിക്കും ശക്തമായ ഫിസിക്കൽ ബോഡി അവർക്കുണ്ടാവും,
നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, വേഗതയുണ്ടാവും, ശക്തി ഉണ്ടാവും. പക്ഷേ സ്പിരിച്വൽ എനർജി സ്വീകരിക്കാനും ആ സ്പിരിച്വൽ എനർജിയെ അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാവില്ല. ഇവിടെ സ്വപ്നത്തിൽ മാർക്ക് ഫെല്ലർക്ക് ലഭിച്ചിരിക്കുന്നത് ആ സ്പിരിച്വൽ എനർജി ശരീരത്തിലേക്ക് സ്വീകരിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റിയാണ്. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയത്. മാർക്കിന് സ്പിരിച്വൽ എനർജി അക്വയർ ചെയ്യാനുള്ള ശേഷി ഉണ്ടോ എന്ന് അറിയണം. അതിനുവേണ്ടി മാർക്ക് ബ്രീത്തിങ് ആരംഭിച്ചു. അവൻ്റെ അച്ഛൻ അവനെ ഉപദേശിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ അവനെ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ബ്രീത്തിങ് എക്സസൈസിന്റെ പാഠങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ശരിക്കും ബ്രീത്ത് തുടങ്ങിയാണ്. ആ ബ്രീത്ത് ഒരു സ്റ്റേജിലേക്ക് കടന്നപ്പോൾ ആ ബിൽഡിങ്ങിനകത്തും പുറത്തുമുള്ള സ്പിരിച്വൽ എനർജി അവനിലേക്ക് പതുക്കെ ഒഴുകിയെത്തി തുടങ്ങി. ശരിക്കും അതൊരു കാഴ്ച തന്നെയാണ്. ചുറ്റുഭാഗത്തുമുള്ള സ്പിരിച്വൽ എനർജി നദികൾ കടലിലേക്ക് ഒഴുകിയെത്തും പോലെ മാർക്കിലേക്ക് ഒഴുകിയെത്തുകയാണ്. അതിവേഗതയിലല്ല ആ ഒഴുക്കെങ്കിലും അവ ഒഴുകിയെത്തുന്നുണ്ട്. ഒഴുകിയെത്തുന്ന സ്പിരിച്വൽ എനർജി മാർക്കിന്റെ പുറത്ത് സ്പർശിക്കുന്ന നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കടക്കുകയാണ്. ആ സ്പിരിച്വൽ എനർജി മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ 3 ടാൻറ്റലിലും പതുക്കെ സ്പർശിച്ചുകൊണ്ട് പൊക്കിളിന്റെ അവിടെ നിന്ന് തലയിലേക്ക് പതുക്കെ ഇങ്ങനെ ഓടി തുടങ്ങിയാണ്. ശരിക്കും ഒരു ട്യൂബിനകത്തുകൂടി വെള്ളം പാസ് ചെയ്യുന്ന പോലെ സ്പിരിച്വൽ എനർജിയുടെ ഒരു പ്രയാണമുണ്ടായി. അതിനുശേഷം ആ സ്പിരിച്വൽ എനർജി പതുക്കെ പതുക്കെ മാർക്കിന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു തുടങ്ങി. മാർക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ ആ എക്സസൈസ് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിവേഗം സമയം കടന്നു പോവുകയാണ്. ശരിക്കും സൂര്യപ്രകാശം മുഖത്തടിച്ചപ്പോഴാണ് മാർക്ക് കണ്ണു തുറക്കുന്നത്. ഏകദേശം 14 മണിക്കൂറോളം ഒരേ ഇരിപ്പിൽ മാർക്ക് അവിടെ ഇരുന്ന് ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവൻ മനസ്സിലായത് സമയം ഇപ്പോൾ നേരം വെളുത്ത് 7 മണിയായിരിക്കുകയാണ്. തലേദിവസം സന്ധ്യയ്ക്ക് മുമ്പാണ് മാർക്ക് ആ ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങിയത്. കണ്ണു തുറന്ന മാർക്കിന് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിച്ച പോലെ ഒരു ഫീലുണ്ട്. താൻ കുറച്ചുകൂടി ശക്തനായിരിക്കുന്നു, അങ്ങനെ ഒരു ഫീലാണ് മാർക്കിനുള്ളത്. തൻ്റെ ശരീരത്തിന് ഉണ്ടെന്ന് താൻ കരുതുന്ന ശക്തി യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് മാർക്കിനൊരു സംശയമുണ്ട്. തനിക്ക് ശക്തി വർദ്ധിച്ചുവെന്ന് ഒരു തോന്നൽ തനിക്ക് വെറുതെ തോന്നുന്നതാണോ? അതാണ് മാർക്കിന്റെ സംശയം. ആ സംശയം കൂടിക്കൂടി വന്നപ്പോൾ മാർക്ക് വീടിന്റെ പൂമുഖത്തേക്ക് ഇറങ്ങി. മാർക്ക് അവിടേക്ക് നോക്കിയപ്പോഴാണ് ആ വീടിന്റെ നേരെ എതിർവശത്തായി ഒരു കല്ല് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കുഞ്ഞു പാറയാണെന്ന് പറയാം, പക്ഷെ അത് പാറയല്ല, യഥാർത്ഥത്തിൽ മണ്ണ് കൊണ്ടുള്ള ഒരു കൂനിയാണ്. നല്ല ഉറച്ചു നിൽക്കുന്ന ഒരു മൺകൂനിയാണ്. മാർക്ക് പൂമുഖത്തുനിന്ന് പുറത്തിറങ്ങി ആ ചെറിയ റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്ത് വന്നു. ആ ഭാഗത്തൊന്നും ആരുമില്ല. മാർക്ക് ചുറ്റും ഒന്ന് നോക്കിയിട്ട് കൈ നിവർത്തി ഒരൊറ്റ ഇടി. ശരിക്കും ആ കൈയുടെ വേഗതയ്ക്കൊപ്പം ഒരു കാറ്റ് കൂടി ആ മൺകൂനയിൽ വന്ന് ഇടിക്കുകയായിരുന്നു. മാർക്കിന്റെ കൈ ആ മൺകൂനയിൽ തൊടുന്നതിന് മുമ്പ് ആ മൺകൂന തകർന്നു വീണു. ശരിക്കും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ മൺകൂന തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. വെറും ഒരു മൺകൂനയാണെങ്കിൽ പോലും അതിൽ തൊടാതെ തനിക്ക് അതിനെ ഇടിച്ചിടാൻ പറ്റിയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം മാർക്കിനിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. മാർക്കിന്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവുകയാണ്. ശരിക്കും അവനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാർക്ക് അല്പം മാറി നിന്നിട്ട് വീണ്ടും ആ മൺകൂനയിൽ നോക്കി, അവന്റെ കയ്യിലേക്ക് നോക്കി. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കി. ഇല്ല, ആരുമില്ല. ഒരു വല്ലാത്ത സന്തോഷത്തോടുകൂടി മാർക്ക് ഓടി അവന് വീട്ടിലേക്ക് കയറി. ശരിക്കും അവനാകെ ത്രില്ലിലാണ്. അവന്റെ അച്ഛൻ അവന് സ്വപ്നത്തിൽ നൽകിയെന്ന് അവൻ കരുതുന്ന കാര്യങ്ങളൊക്കെയും ശരിയാണ്, സത്യമാണ്. അവന്റെ ബോഡിക്ക് സ്പിരിച്വൽ എനർജി സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതാ ജനറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 10, 15, 20 കൊല്ലം മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അതേ സ്പിരിച്വൽ എനർജി അക്വയറിംഗ് ശേഷി ഇതാ അവനിലും ഉണ്ടായിരിക്കുകയാണ്. മാർക്ക് ശരിക്കും സന്തോഷത്തിലാണ്. ഉടൻ തന്നെ അവൻ്റെ മനസ്സിലെ ആ ലൈബ്രറി ഒന്നുകൂടി പരിശോധിച്ചു. സ്പിരിച്വൽ എനർജി അക്വയറിംഗ് സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് അവനിപ്പോൾ എത്തി നിൽക്കുന്നത്. ആ സ്റ്റേജ് അവന് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയാനാണ് അവൻ ആ ലൈബ്രറി സെർച്ച് ചെയ്യുന്നത്. മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും അനിവാര്യം റിസോഴ്സസ് ആണെന്ന് അവൻ മനസ്സിലാക്കുന്നത് ആ നിമിഷത്തിലാണ്. ശരിക്കും റിസോഴ്സസ് വേണം. റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പിരിച്വൽ എനർജിയാണ്, അല്ലെങ്കിൽ
സ്പിരിച്വൽ എനർജി ഉൾക്കൊള്ളുന്ന അതീവ ശേഷിയുള്ള ഹെർബൽ ഗുളികകളാണ്. ഹെർബൽ ഗുളികകളെ കുറിച്ച് വായിച്ചപ്പോൾ ഹെർബൽ ഗുളികകൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചായി മാർക്കിന്റെ ചിന്ത. മാർക്ക് അവന്റെ ലൈബ്രറി ഒന്നുകൂടെ പരിശോധിച്ചപ്പോൾ അവൻ അവിശ്വസനീയമായ ചില കാര്യങ്ങളൊക്കെ കാണുകയാണ്. അവന് പരിചയമുള്ള കുറേയേറെ ഹെർബ്സ് കളക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവന് തന്നെ ആ ഗുളികകൾ ഉണ്ടാക്കാൻ പറ്റും. ആ ഗുളികകൾ അവന് ശരിക്കും സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാനുള്ള ശേഷിയും ഉണ്ടാക്കും. അതേസമയത്ത് അവന്റെ ലെവൽ ഒന്ന് മാറ്റുകയും ചെയ്യും. അത് മനസ്സിലാക്കിയ മാർക്ക് ഈ ഔഷധ സസ്യങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്ന് ഔഷധ സസ്യങ്ങൾ വാങ്ങാനുള്ള ഒരു പരിപാടി ആലോചിച്ചു. മാർക്ക് അവന്റെ പോക്കറ്റൊക്കെ പരിശോധിച്ചപ്പോൾ അവന് കിട്ടിയത് വെറും 130 സെന്റാണ്. വളരെ കുഞ്ഞു തുകയാണ് അവന്റെ കയ്യിലുള്ളത്. അവന് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയും അവൻ താമസിച്ചിരുന്ന ആ സൺ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ പണമൊന്നും ഇല്ലാതെ പോയത്. 130 സെന്റ് എങ്കിൽ 130 സെന്റ് അതും പോക്കറ്റ് ഇട്ടുകൊണ്ട് മാർക്ക് അവന്റെ വീട് പൂട്ടി പുറത്തിറങ്ങി ആ മെയിൻ റോഡിലേക്ക് നടക്കുകയാണ്. ഒരുപാട് അപ്പാർട്ട്മെന്റുകളുള്ള ആ വലിയ പാർപ്പിട സമുച്ചയത്തിലെ റോഡിലൂടെ മാർക്ക് മെയിൻ റോഡിലേക്ക് നടന്നു വരുമ്പോഴാണ് അവന് നേരെ ഓപ്പോസിറ്റായി വന്ന ഒരു മെഴ്സിഡസ് ബെൻസ് അവന്റെ അടുത്തോട് നിർത്തിയത്. താൻ വാങ്ങാൻ പോകുന്ന ഹെർബ്സിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്ന മാർക്ക് യഥാർത്ഥത്തിൽ അവന്റെ നേരെ എതിർവശത്ത് കാർ വന്ന് നിർത്തിയത് കണ്ടിരുന്നേയില്ല. അവൻ നടന്നു പോകുന്ന കണ്ടതും കാർ നിർത്തി പുറത്തിറങ്ങിയ സൺ യാനിമി ഉറക്കെ മാർക്കിനെ വിളിച്ചു. മാർക്ക്! ശബ്ദം കേട്ട് മാർക്ക് ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കാണുന്നത് അവന്റെ മുൻ ഭാര്യ സൺ യാനിമിയാണ്. ആനിമി, എന്താ നീ വിളിച്ചേ? പെട്ടെന്ന് അവൻ ഗൗരവത്തിൽ ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം അവൻ ചോദിക്കുമ്പോഴേക്കും അവൻ ആ കാഴ്ച കൂടി കണ്ടു. കാറിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് സാക്ഷാൽ കഴ്സൺ പുറത്തിറങ്ങുന്നത്. റോജേഴ്സ് കുടുംബത്തിന്റെ അടുത്ത അനന്തരാവകാശിയാകാൻ പോകുന്ന കഴ്സൺ ശരിക്കും ഒരു അടിപൊളി താരം തന്നെയാണ്. അവൻ പുറത്തിറങ്ങിയതും അവനും യാനിമയും കൂടി മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വന്നു. മാർക്ക്, നീ എവിടെ പോകുന്നു? ഞാൻ എന്താ നിന്നോടത് പറയുന്നത്? മാർക്ക്, നീ എന്താ തർക്കുത്തരം പറയുന്നു? അങ്ങനെ യാനിമി ചോദിച്ചപ്പോൾ മാർക്ക് യാനിമിയോട് പറഞ്ഞു, യാനിമി, ഈ വൃത്തികെട്ടവനൊപ്പം നീ ചേർന്നപ്പോൾ നീ ഒരു വൃത്തികെട്ട സ്ത്രീ ആയിരിക്കുകയാണ്. എനിക്ക് ഇനി നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. തന്നെ വൃത്തികെട്ടവനെന്ന് മാർക്ക് പരസ്യമായി പറയുമെന്ന് സ്വപ്നത്തിൽ പോലും കഴ്സൺ കരുതിയിട്ടുണ്ടായിരുന്നില്ല. മാർക്കിന്റെ ആ തുറന്നുള്ള പറച്ചിൽ യാനിമയും തെല്ലെന്നല്ല അമ്പരപ്പിച്ചത്. യാനിമയും കഴ്സണും ഒന്ന് മുഖത്തോടെ നോക്കിയതും കഴ്സൺ മാർക്കിന് നേരെ ഓടി അടുക്കുകയാണ്. നീ എന്താ പറഞ്ഞേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് കഴ്സൺ മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. എന്താണ് സംഭവിച്ചതെന്ന് കഴ്സണോ യാനിമയ്ക്കോ മനസ്സിലായില്ല. ഒരു ശബ്ദം മാത്രം അവർ കേട്ടു. മാർക്കിനടുത്തേക്ക് ഓടിയെത്തിയായിരുന്ന കഴ്സൺ റോഡിന് കുറുകെ പറന്നു പോകുന്നതാണ് യാനിമി കണ്ടത്. അവളുടെ കൺമുന്നിലൂടെ കഴ്സൺ ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. പറന്നുപോയ കഴ്സൺ മറുഭാഗത്തുള്ള ചെടികളിൽ ഇടിച്ച് താഴേക്ക് വീണു. ശരിക്കും ഒരു പന്തടിച്ച് കളയും പോലെ മാർക്ക് ആകാശത്തിലൂടെ കഴ്സനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ആ റോഡിന് കുറുകെ കഴ്സൺ പാഞ്ഞു ചെന്ന് ആ ചെടിയിലിടിച്ച് താഴെ വീണപ്പോൾ മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ സത്യമായിട്ടും സ്പിരിച്വൽ എനർജി അക്വയറിംഗ് ടെക്നിക്കിന്റെ ഫസ്റ്റ് ലെവല് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഇത്രയും ശക്തി കിട്ടിയത്. നേരത്തെ അവൻ ആ മൺകൂനയിൽ ഇടിച്ചു നോക്കിയപ്പോൾ ആ മൺകൂന ചിതറിയത് അവന് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഒരാളുടെ പുറത്ത് അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഇതാ മാർക്ക് തിരിച്ചറിയുകയാണ്. താഴേക്ക് വീണ കഴ്സനെയും റോഡിന്റെ ഇടതുഭാഗത്തേക്കുന്ന മാർക്കിനെയും ഒന്ന് നോക്കിയിട്ട് യാനിമി ഓടി കഴ്സന്റെ അടുത്തെത്തി. കഴ്സനെ അവൾ പിടിച്ചു പൊക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും അവളുടെ മനസ്സ് വല്ലാത്തൊരു ബ്ലാങ്കിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് യാനിമിക്ക് ഒരു പിടിയില്ല. യാനിമയും ഇതേ കഴ്സനും ചേർന്ന് തലേ ദിവസം മാർക്കിനെ പട്ടിയ തല്ലുമൂലം തല്ലിയതാണ്. അപ്പോ മാർക്കിന് അവരെ തിരിച്ചു തല്ലാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും മാർക്കിത അതിശക്തനായി മാറി കഴ്സനെ ഇടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. കഴ്സനെ പിടിച്ച് പൊക്കുമ്പോഴും യാനിയുടെ കണ്ണുകൾ നടന്നു പോകുന്ന മാർക്കിലാണ്. മാർക്ക്
യാനിമയും കഷ്ണയും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അങ്ങനെ നടന്നു പോവുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. മാർഷൽ ആർട്സിൻ്റെയും ആൽക്കമിസ്റ്റിൻ്റെയും അതുപോലെ മെഡിക്കൽ സയൻസിൻ്റെയും മിസ്റ്റിക് സയൻസിൻ്റെയും ഒക്കെ രസകരമായ ഒരുപാട് രംഗങ്ങൾ കൂടിച്ചേർന്ന മനോഹരമായ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദി ഹാഫ് ബ്ലഡ് ആൽക്കമിസ്റ്റ് എന്ന കഥ നിങ്ങളെ എല്ലാവരെയും ത്രില്ലടിപ്പിക്കാൻ പര്യാപ്തമായ ശൈലിയിൽ രസകരമായ 100,000 രംഗങ്ങളുടെ ഒരു വല്ലാത്ത ചേരുവയാണ്. നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. തുടർച്ചയായി ഈ വീഡിയോ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും വേണം. ഇതുവരെ എം ലൈഫിൽ നിന്ന് മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.